ഉറങ്ങാൻ കിടന്നാലും ഉണരുന്ന നേരത്തും ഓർക്കാൻ മറക്കല്ലേ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഓർക്കാൻ മറക്കല്ലേ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഉറങ്ങാൻ കിടന്നാലും ഉണരുന്ന നേരത്തും ഓർക്കാൻ മറക്കല്ലേ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഓർക്കാൻ മറക്കല്ലേ ലാ ഇലാഹ ഇല്ലല്ലാഹ്. വിഷമങ്ങൾ വന്നാലും മനസ്സ് തളർന്നാലും കുളിരുള്ളൊരാശ്വാസം ലാ ഇലാഹ ഇല്ലല്ലാഹ്. കുളിരുള്ളൊരാശ്വാസം ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഉറങ്ങാൻ കിടന്നാലും ഉണരുന്ന നേരത്തും ഓർക്കാൻ മറക്കല്ലേ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഓർക്കാൻ മറക്കല്ലേ ലാ ഇലാഹ ഇല്ലല്ലാഹ്. വിഷമങ്ങൾ വന്നാലും മനസ്സ് തളർന്നാലും കുളിരുള്ളൊരാശ്വാസം ലാ ഇലാഹ ഇല്ലല്ലാഹ്. കുളിരുള്ളൊരാശ്വാസം ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഉറങ്ങാൻ കിടന്നാലും ഉണരുന്ന നേരത്തും ഓർക്കാൻ മറക്കല്ലേ ലാ ഇലാഹ വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ. മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുളിൽ ഫലാ ഹാദിയ ലഹു. അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അമ്മാ ബഅദ് ഫഇന്ന ഖൈറൽ ഹദീസ് കിതാബുല്ലാഹ് വഖൈറസ് സുനനി സുനനു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വശർറൽ ഉമൂരി മുഹ്ദസാതുഹാ വകുല്ല മുഹ്ദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ളലാലഹ വകുല്ല ളലാലത്തിൻ ഫിന്നാർ. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ് ഉസീകും വഇയ്യായ അവ്വലൻ ബിതഖ്വല്ലാഹ്. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, പടച്ച തമ്പുരാൻ്റെ മസ്ജിദിൽ ജീവിതത്തിൻ്റെ
ഏറ്റവും ഗൗരവകരമായ അവസ്ഥകളെ സംബന്ധിച്ച് ഗൗരവമായി ചർച്ച ചെയ്യുന്ന ഒരു സന്ദർഭം. നമുക്ക് ഒന്നുകൂടെ ഒതുങ്ങി സൈഡിൽ ചാരിയിരുത്തൊക്കെ ഒന്നും ഒഴിവാക്കിയിട്ട് അവിടെ നിന്നുള്ള ആളുകളൊക്കെ ഒന്നുകൂടെ ഇങ്ങോട്ട് ഇരുന്നോളി, ഇങ്ങോട്ട് ഇവിടേക്ക് വന്നോളി. ഇവിടെ ഒന്ന് ഒതുങ്ങി കൊടുത്താൽ മതി. എനിക്ക് നിങ്ങളെ കാണാനാ, നിങ്ങളെ കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ്, പൂതി കൊണ്ടാണ്. അപ്പം നിങ്ങളൊക്കെ കുറച്ചുകൂടെ ഇങ്ങോട്ട് കുറച്ചുകൂടെ നീങ്ങിയിരുന്നോളി, ഇത്തരൂടെ സൗകര്യമുണ്ട്. അപ്പം ഇങ്ങനെ ഒതുങ്ങിയായിട്ട് കാണാം. കാരണം ഇവിടുന്ന് ഇത്ര അടുത്തേക്കാണ് ഇങ്ങ് പോകുന്നത്. അപ്പം അതുകൊണ്ട് നിങ്ങൾ കുറേ കൂടെ അടുത്തിരിക്കുക. പിന്നെ പരസ്പരം അടുത്തിരിക്കുന്നതിൽ എന്തുണ്ട്? കൂടുതൽ പുണ്യമുണ്ട് അല്ലേ? ഇസ്ലാം അത് വളരെ പ്രധാനമായി പറഞ്ഞിട്ടുള്ളതാണ്. ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു, യുഹിബ്ബുല്ലദീന യുഖാതിലൂന ഫീ സബീലിഹി സഫ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരു ഇഷ്ടികയുടെ മേലെ മറ്റൊരു ഇഷ്ടിക വെച്ച പോലെ യുദ്ധം ചെയ്യുന്നത് അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവരെ അള്ളാഹു എന്ത് ചെയ്യുന്നുണ്ട്? വളരെ സ്നേഹിക്കുന്നുണ്ട് എന്നർത്ഥം. നമ്മൾ അകന്നകന്ന് പോവുകയാണ് സാധാരണ, മനസ്സകന്ന്, ശരീരകന്ന്. സഫുകൾ പോലും എന്താണ്? വമ്പിച്ച വിടവുകളാണ്. ഈ പള്ളിയിലും ഉണ്ട്, പാടില്ലാത്തതാണ്. ജമായത്തിന് സഫ് വമ്പിച്ച വിടവ് എന്ന് പറഞ്ഞാൽ ഒരു സഫിൻ്റെ രണ്ടാമത്തെ റക്അത്തിൽ ഒരു 5 ആൾക്ക് കയറി നിൽക്കുക ഓരോ സഫിൽ. ഞാൻ പറഞ്ഞ് മനസ്സിലായോ? രണ്ടാമത്തെ റക്അത്തിൽ നിൽക്കുമ്പോൾ തോന്നുന്നു എല്ലാവരും നല്ലോണം സഫൊക്കെ ഒപ്പിച്ചിട്ടുണ്ട് എന്ന്. രണ്ടാമത്തെ റക്അത്ത് വരുമ്പോഴേക്കോ എല്ലാവരും വമ്പിച്ച അകലത്തിലാണ് അല്ലേ? അത് ശരിയാണ് എന്ന് നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടോ? നിങ്ങൾ ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ ഇസ്ലാമിൻ്റെ സഫ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ സഹാബികളുടെ രണ്ടാമത്തെ റക്അത്തിൽ സഫിന് ഇങ്ങനെ അകൽച്ച ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ ആരെങ്കിലും എവിടെങ്കിലും വായിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. പിന്നെന്തേ സെൽഫികൾ അങ്ങനെ? പിന്നെന്താ സെൽഫികൾ അങ്ങനെ? എല്ലാവരും അങ്ങനെയൊക്കെ ആയപ്പോൾ നമ്മളും അങ്ങനെയൊക്കെ ആയിപ്പോയി അല്ലേ? 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 ശരിയല്ലേ? അതെ. അല്ലാതെ നമുക്കാർക്കെങ്കിലും അഭിപ്രായം ഉണ്ടോ സഫിൽ വിടവ് വന്നാൽ കുഴപ്പമില്ലാന്ന് ഹദീസ് ഉണ്ട്, അതുകൊണ്ടാണ് ഇടക്ക് വിടവ് ഉയർത്തണതെന്ന്? ഇല്ല. വിടവ് വരാൻ പാടില്ല. സഹാബികളുടെ ഡ്രസ്സ് വരെ കീറിപ്പോയിരുന്നു എന്നാ. ഇങ്ങനെ സഫ് ഒപ്പിച്ചിട്ട് അടുത്ത് നിന്നിട്ട് ഷോൾഡർ കൂട്ടി ഒരഞ്ഞിട്ട് അവരുടെ ഡ്രസ്സ് കീറിപ്പോയിരുന്നു. നമുക്ക് കഴിയോ? എന്താ കഴിയാണ്ട്? ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ ഉസ്അഹ. ഒരു നഫ്സിന് കഴിയാത്തതൊന്നും അല്ലാഹ് കൽപ്പിക്കണില്ല. അതുകൊണ്ട് മനസ്സൊക്കെ ഇങ്ങനെ അകലെയാണ്. സാധാരണ മനസ്സ് അകന്ന് നക്ഷത്രങ്ങളൊക്കെ അകന്നു പോകുന്ന പോലെ മനുഷ്യൻ്റെ മനസ്സ് അകന്നു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നിങ്ങൾക്കറിയാം, യാന്ത്രികമാണ്. ഭാര്യയായിട്ടുള്ള ബന്ധം എന്താ? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കും. വളരെ ദിവ്യമായ, വളരെ ശ്രദ്ധേയമായ, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഭാര്യ ഭർത്താക്കന്മാരാണ് നമ്മളെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? പിന്നെ പണ്ടാരപ്പഹേ ഭർത്താവായി, ഏതായാലും ചെങ്ങായി 5-6 കൊല്ലമായി, അതുകൊണ്ട് എങ്ങനെങ്കിലും എല്ലാവരും പറയലെങ്ങനെ 2 കുട്ടികളൊക്കെ ആയില്ലേ, ഇനിയിപ്പോൾ അങ്ങനെ. നിങ്ങളെ ചിന്തിച്ചു നോക്കുക, അധികം ആളുകളും പറയലങ്ങനെ. ഇനിയിപ്പോൾ എന്ത് പറയാനാണ്? ഇതെല്ലാം ആയില്ലേ, 2 കുട്ടികളായി, 3 മക്കളായി, ഇനിയിപ്പോൾ ഞാനിപ്പോൾ എന്ത് പറയാൻ ഉണ്ടോ? അപ്പം ഇനിയിപ്പോൾ ഞാനിപ്പോൾ അതിലെന്തുണ്ട്? അതിലുണ്ടോ ഓരോ ജീവിതം? ആ വാക്കിലുണ്ട് എന്ത്? ഓരോ ജീവിതം വലിയ സുഖമില്ലാന്ന് അല്ലേ? അങ്ങനെയല്ലേ? അങ്ങനെയല്ലേ? അങ്ങനെ പോണു, കേട്ടില്ലേ? അതെന്ത് ഇങ്ങനെ പോണു? അതെന്താ അങ്ങനെ ആയിപ്പോയത്? അങ്ങനെ അല്ലല്ലോ പോണ്ടത്, അങ്ങനെ അല്ലല്ലോ പോണ്ടത്. പിന്നെ എന്തേ അങ്ങനെ ആയിപ്പോയത്? അത്രയൊക്കെ ജീവിതത്തെ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളൂ? നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളൂ, നമ്മൾ പഠിച്ചിട്ടുള്ളൂ. ജീവിതത്തെ ശരിക്കും നോക്കി കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? ജീവിതത്തെ ശരിക്കും ഇസ്ലാമികമായി നോക്കി കണ്ടിട്ടുണ്ടോ? ഇല്ല. അതില്ലാത്തത് കൊണ്ട് ധാരാളം കുഴപ്പങ്ങളുണ്ട്. എവിടെ? നമ്മുടെയൊക്കെ ജീവിതത്തിൽ. ഞാനിപ്പോൾ ബഷീർക്ക് എന്നോട് പറഞ്ഞ്, പിന്നെ നിങ്ങളാ മധുരിക്കുന്ന സന്തുഷ്ട കുടുംബം ഒന്ന് പട്ടാമ്പി പറയണം എന്ന് 2 ദിവസം മുമ്പല്ല കേട്ടോ, ഒന്ന് ഇപ്പോൾ നേരത്തെ 4-5 ദിവസം മുമ്പൊന്നല്ല, ഇപ്പോൾ. അപ്പം അതെന്താ? എല്ലായിടത്തിലും അത് ആവശ്യമുണ്ട്. ഏത്? മധുരിക്കുന്ന സന്തുഷ്ട കുടുംബം. അപ്പം എന്താ മധുരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇപ്പൊ കുടുംബം എന്താണ്? കൈപ്പേറിയ ദുരന്തമായി ദാമ്പത്യം ഇങ്ങനെ മാറുകയാണ്. അപ്പം നിങ്ങൾ നോക്ക്, ലോകത്ത് നമ്മളൊക്കെ മനുഷ്യരൊക്കെ
ഏറ്റവും ആഗ്രഹിക്കുക എന്താ അറിയോ? മനുഷ്യനിങ്ങനെ പ്രത്യേകിച്ച് സമൂഹം, യുവാക്കള്, യുവതികളൊക്കെ വിചാരിക്കുക എന്താണ്, സീരിയല് സിനിമയൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഓളെപ്പോലുള്ള ഒരു പെണ്ണിനെ കിട്ടിയ ദാമ്പത്യം എന്തായിരിക്കും ആളുകളെ സങ്കല്പാട്ടോ. സിനിമയും സീരിയലും ഒക്കെ ആളുകൾ ഇങ്ങനെ അങ്ങനെ ഒരു ദാമ്പത്യം. എന്നാൽ ലോകത്തെ ഏറ്റവും ദാമ്പത്യം പൊട്ടിപ്പോയതാരാ? സിനിമാ നടീനടന്മാരതാ. നമ്മുടെ കുടുംബ കോടതിയിൽ ഏറ്റവും കൂടുതൽ കേസ് ഫയൽ ചെയ്തിട്ടുള്ളത് മലയാളി നടീനടന്മാരുടേതാണ്. ഞാൻ വെറുതെ പറയല്ല, കണക്കാ. കേരളത്തിന്റെ കണക്ക് ഏറ്റവും കൂടുതൽ ഡൈവേഴ്സ് കിടക്കുന്നത് സിനിമാ രംഗത്താണ്. ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്നതോ സിനിമയിലെ നടീനെ ഓളെൻ്റെ ചങ്ങാഴ്ചയായി കിട്ടീനെങ്കിൽ ഇല്ല. ഏറ്റവും ദുഷിച്ച ജീവിതമുള്ളതാണ്. ഓരോ നടിയുടെയും ഓരോ നടൻ്റെയും ജീവിതമാണ് ഏറ്റവും മ്ലേച്ഛം അല്ലേ? കേരളത്തിലെ ഏറ്റവും അറിയപ്പെട്ട പ്രഗത്ഭനായ ഒരു നടനോട് ജോൺ ബ്രിട്ടാസ് ചോദിച്ച്, അല്ല നിങ്ങള് 1000 സ്ത്രീകളായിട്ട് ഇങ്ങനെ എന്തോ കുഴപ്പമുണ്ട് എന്ന് അറിയുന്നിട്ട് ഇയാൾ പറയാണ് ഈ ഏറ്റവും വലിയ നടൻ എല്ലാ നാട്ടിലും മൂപ്പരുണ്ട്. അണ്ടർഡ്രോയറിൻ്റെ പരസ്യത്തിൽ മൂപ്പരാ. ഇവർക്ക് പൈസ കിട്ടിയാൽ മതി. അങ്ങനെ നടൻ്റെ പേര് ഞാൻ പറയണ്ടല്ലോ. അച്ചാറ്, തക്കാളി, വെണ്ടക്ക, മത്തി ഒക്കെ പിടിച്ച് മൂപ്പരിങ്ങനെ നിൽക്കൂ. മൂപ്പര് കണ്ണാക്ക് കുത്താൻ പൈസ കിട്ടണം. വൃത്തികെട്ട ഒരു ജന്മമാണ് കേട്ടോ സത്യം. ഇങ്ങനെ ചീപ്പാകുക മനുഷ്യര്, ഇങ്ങനെ ചീപ്പാകുക. എന്തും നിങ്ങളൊരു ഷഡ്ഡി എടുത്ത് ഇങ്ങനെ പിടിപ്പിച്ചു ഭയങ്കര ഫോമിൽ. മൂപ്പർക്ക് പ്രശ്നമൊന്നുമില്ല. മൂപ്പര് എന്തും പിടിക്കൂ. എന്തും ഇവർക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. എന്താ എവിടെ പിടിക്കണ്ടേ അവിടെയൊക്കെ മുമ്പ് പിടിക്കൂ. പക്ഷെ ഇത്ര നീട്ടത്തിൽ 1000ന്റെ നോട്ട് അട്ടിയിട്ടിട്ട് കൊടുക്കണോ അണ്ണാക്കിൽ? മൂപ്പര് പറയാണ് 1000 എന്താ 1000 ആക്കണേ? എനിക്ക് തന്നെ നിശ്ചയമില്ല. 1500-ലധികം എൻ്റെ അക്കൗണ്ടിൽ തന്നെ ഉണ്ട്. മൂപ്പര് പറഞ്ഞാട്ടെ, ഞാൻ പറഞ്ഞല്ല. ഇതാണ് എന്ത് സിനിമ, സീരിയല്. അത് കണ്ടിട്ടാണ് ആളുകൾ എന്ത് വിചാരിക്കുക? ഇങ്ങനൊക്കെ ഒരു ജീവിതം ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നേനേന്ന് ആളുകൾ പൊതുവെ വിചാരിക്കുക. എന്നാൽ അതൊന്നല്ല കേട്ടോ ജീവിതം. സാഹിത്യവും സിനിമയും ഒന്നല്ല ജീവിതം. സാഹിത്യം നിങ്ങൾ നോക്കുക, അബ്രഹാം ലിങ്കൺ ലോകത്തെ ഏറ്റവും അറിയപ്പെട്ട ഒരു ഭരണാധികാരിയായിരുന്നു അബ്രഹാം ലിങ്കൺ. അബ്രഹാം ലിങ്കന്റെ ദാമ്പത്യം എന്താ? വമ്പിച്ച പരാജയമായിരുന്നു. അബ്രഹാം ലിങ്കൺ വീട്ടിൽ വിളിച്ചു വരുത്തിയ ഒരു വലിയ ലോകരാജ്യങ്ങളുടെ പ്രതിനിധികളൊക്കെ പങ്കെടുക്കുന്ന ഒരു മീറ്റിംഗ്. ആ മീറ്റിംഗിൽ അബ്രഹാം ലിങ്കന്റെ ഭാര്യ അടുപ്പത്ത് തെളിച്ചുകൊണ്ടിരിക്കുന്ന ചട്ടിയിലെ പാത്രത്തിലെ വെള്ളം ഒന്നിച്ചു കൊണ്ടുവന്നിട്ട് അബ്രഹാം ലിങ്കന്റെ തലയിലേക്ക് എല്ലാവരും നോക്കിക്കുക. അബ്രഹാം ലിങ്കന്റെ ഏറ്റവും വലിയ പരാജയമായിരുന്നു അബ്രഹാം ലിങ്കന്റെ ഭാര്യ ബർട്രൻഡ് റസ്സൽ. ലോകം കണ്ട ഏറ്റവും വലിയ സാഹിത്യകാരനും എഴുത്തുകാരനാണ് ബർട്രൻഡ് റസ്സൽ. ബർട്രൻഡ് റസ്സൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ അത്ര വൃത്തികെട്ട ഒരു മനുഷ്യൻ ലോകത്തുണ്ടായിരുന്നില്ല. വിക്ടർ ഹ്യൂഗോ നിങ്ങൾ നോക്കൂ, പാവങ്ങൾ എന്ന ലേഖനം എഴുതിയിട്ട് ലോകത്ത് അവാർഡ് കിട്ടിയ പാവങ്ങളെ കുറിച്ച് ശബ്ദിച്ചിട്ടുള്ള ആളാണ് ആര്? വിക്ടർ ഹ്യൂഗോ. ഒരുപാട് സ്ത്രീകളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് അവസാനം പ്രാന്തനെ പോലെ റോട്ട് കിടന്ന് മരിക്കുകയത് നമ്മൾ പഠിച്ചിട്ടില്ല. ഈ ആളുകളുടെയൊക്കെ സാഹിത്യകാരന്മാരുടെയൊക്കെ ഏറ്റവും നല്ല ഭർത്താവായി അഭിനയിച്ചിട്ട് നാഷണൽ അവാർഡ് കിട്ടി കമലഹാസന്. 2 സ്ത്രീകളുടെ ഡൈവേഴ്സ് ചെയ്ത് 3ാമതൊരു പെണ്ണിനെ കല്യാണം പോലും കഴിക്കാതെ ഇപ്പം എങ്ങനെ കൂടുകയാണ്. പേരൊന്നും ഞാൻ പറയുന്നത് അള്ളാന്റെ മസ്ജിദ് ആയതുകൊണ്ട്. പക്ഷേ നിങ്ങളെല്ലാവരും, എനിക്ക് വളർന്നു വരുന്ന യുവാക്കളോടൊക്കെ പറയാനുള്ളത് ഇതൊന്നുമല്ല ജീവിതം. ദാമ്പത്യം എന്ന് പറയുന്നത് ഇതൊന്നുമല്ല ജീവിതം. അല്ലെങ്കിൽ കുടുംബജീവിതം, നമ്മുടെ ഒക്കെ വീട് എന്നൊക്കെ പറയുന്നത് നമ്മൾ എവിടുന്നാ തുടങ്ങുക? ഈ അടുത്ത കാലത്ത് ഇപ്പം ഞങ്ങൾ ISMന്റെ മീറ്റിംഗ് ഇങ്ങനെ കൂടിയപ്പോൾ പിന്നെ അവിടെ ഏറ്റവും പ്രധാനമായി ഒരു കാര്യം എന്താണ്? ഹദിയത്തുൽ സൽഫി ഇങ്ങനെ പറഞ്ഞ ഒരു കാര്യം. അതായത് ഒരു ഡോക്ടർ പറഞ്ഞത്രേ, ഇങ്ങനെ ഇസ്ലാമിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ കൗൺസിലിംഗ് ആവശ്യമുള്ളത്. അതെന്താണ്? ഇസ്ലാമായിട്ട് ഇങ്ങനെ പ്രാസംഗികനായി നമ്മൾ സംഘാടകർ ഇവരൊക്കെ ഇങ്ങനെ ഓടി നടക്കും. എന്നും രാത്രി നോട്ടീസ് ഒട്ടിക്കാനോ ഇതിനൊക്കെ ഭാര്യയായിട്ടൊരു ചർച്ച ഉണ്ടാവില്ല. എത്രയോ ആളുകൾ അല്ലേ? ഇതൊരു വലിയ അന്വേഷിച്ച് പഠിക്കേണ്ട, വിലയിരുത്തേണ്ട ഒരു വലിയ കാര്യമാണ്. ദാമ്പത്യം എന്തുകൊണ്ട് പരാജയപ്പെട്ടു പോകുന്നു, ഏത് ടൈപ്പ് ആളുകളുടെയും ദാമ്പത്യത്തിൽ വിള്ളലുകൾ ഉണ്ടാകുന്നു എന്നുള്ളത് ഒരു വലിയ ഘടകമാണ്. ഞാൻ തിരുവനന്തപുരത്താണ് ജോലി ചെയ്യുന്നത്. അവിടെ ടെക്നോ പാർക്കിൽ നല്ല ഹൈ എഡ്യൂക്കേഷനുള്ള ആളുകൾ, ടെക്നോ പാർക്കിൽ ജോലി ചെയ്യുന്ന മിക്ക ആളുകളുടെയും ഡൈവേഴ്സിന്റെ വക്കിലാണ് നിൽക്കുന്നത്. മിക്ക ആളുകളുടെയും. ഇപ്പം ഞാൻ തിരുവനന്തപുരത്ത് ഒരു സ്ഥലത്ത് പ്രസംഗിക്കാൻ ചെന്നപ്പോൾ 2 സജീവമായ മുജാഹിദ് പ്രവർത്തകർ ഞങ്ങളുടെ ഭാര്യമാർ ഞങ്ങളുമായിട്ട് ഈ പിരിയാൻ നിൽക്കുകയാണ്. നാളെ പിരിയണം എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. നിങ്ങളത് പ്രസംഗത്തിലൊന്ന് ഉൾപ്പെടുത്തണം. എന്താ സംഭവം? ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കി, എന്താണ് സംഭവം? എവിടെയാണ് പ്രയാസം? എവിടെയാണ് നേരിടുന്നത്? ഇപ്പം നിങ്ങൾ നോക്കണേ, കൃത്യമായ ഒരു മാർഗദർശനം നൽകുന്ന ഒരു ഗ്രന്ഥം
നമുക്കുണ്ട് എന്ന് നമ്മൾ പറയും. അല്ലേ അല്ലേ? കൃത്യമായ മാർഗദർശനം നൽകുന്ന ഒരു ഗ്രന്ഥം നമ്മുടെ കൈവശം ഉണ്ട് എന്ന് നമ്മൾ പറയും. നമ്മൾ ശരിക്കും പരിശോധിച്ച് നോക്കണം. കൃത്യമായ മാർഗദർശനം നൽകുന്ന ഒരു ഗ്രന്ഥം എന്ന നിലയിൽ ഖുർആൻ അനുസരിച്ച് ഒരു നല്ല ഭർത്താവാകാൻ, ഇപ്പൊ ഖുർആൻ വരച്ച് കാണിക്കുന്ന ഒരു നല്ല ഭർത്താവ് ഉണ്ടല്ലോ ഇല്ലേ? ഖുർആൻ വരച്ച് കാണിക്കുന്ന ഒരു നല്ല ഭർത്താവ് ഉണ്ടല്ലോ. എപ്പോഴെങ്കിലും വിശുദ്ധ ഖുർആൻ അനുസരിച്ച് ഞാൻ ഖുർആൻ പറഞ്ഞ പോലെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാതൃക കാണിച്ച പോലെ ഒരു നല്ല ഭർത്താവായി തീരണം എനിക്ക് എന്ന് നാം ഗൗരവമായി ആലോചിച്ചിട്ടുണ്ടോ? ഉണ്ടോ? എവിടെയാണ് കുഴപ്പമെന്നറിയോ നിങ്ങൾ? കല്യാണത്തിന്റെ തുടക്കം തന്നെ എന്താണ്? കല്യാണത്തിന്റെ തുടക്കം തന്നെ പഠിച്ചിരിക്കണു. കല്യാണം തുടങ്ങണത് എങ്ങനെയാണ്? കല്യാണം തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണ്? ഹറാമിലാണ്, സംഗീതത്തിലാണ്, അടിച്ചുപൊളിയിലാണ്, എല്ലാം നമ്മൾ ആലോചിച്ച് നോക്കണം. നമ്മുടെ ആളുകൾ കല്യാണ ദിവസത്തിലെ ധൂർത്തുമൊക്കെയായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അള്ളാന്റെ ഒരു സഹായം ഉണ്ടാവുമല്ലോ ദാമ്പത്യത്തിലൊക്കെ. എത്രയാ നീ നിന്റെ ഭാര്യക്ക് ഇന്ന് ഉടുക്കാനുള്ള ഡ്രസ്സ് വാങ്ങി? എത്രേ? അവൻ പറയും, പിന്നെ 22,000 ഒരു സാരിയാണെന്ന് വാങ്ങി. എന്നേക്ക് കല്യാണത്തിൻ്റെ തലേ ദിവസം വൈകുന്നേരം മഗ്‌രിബ് മുതൽ ഏറെക്കുറെ കിടക്കണ വരെയുള്ള ഒരു 10-11 മണി വരെ എല്ലാവരും വന്നിങ്ങനെ പോകുമ്പോടാൻ വാങ്ങിയ സാരീൻ്റെ വില എത്രേ? 22,000. നാളെയോ? അത് 45,000. അപ്പം എത്രേ അല്ലേ? തലശ്ശേരിയൊക്കെ അങ്ങനെയാ, കണ്ണൂർ സിറ്റിയിൽ അങ്ങനെ, കോഴിക്കോട് ടൗണിൽ അങ്ങനെ അല്ലേ? നിങ്ങളെ പട്ടാമ്പി എങ്ങനെ എനിക്കറിയില്ല, അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കണം അല്ലേ? ആലോചിച്ചണോ? ഒരു മുസ്ലിമായ മനുഷ്യന്റെ വീട്ടിൽ അന്ന് മാത്രം ധരിക്കുന്ന ആ 2 ദിവസം ധരിക്കാൻ വാങ്ങി പിന്നെ ഇടാറില്ല, ഇല്ല, പിന്നെ ധരിക്കാറില്ല. കല്യാണത്തിന്റെ സാരി അന്ന് മാത്ര അല്ലേ? അതെ, അതിനാണ് എന്ത് ചെയ്യണത്? അള്ളാഹുവിന്റെ കോടതിയിൽ എന്താ മറുപടി? എന്തിനാ ഈ ദൂർത്ത്? ആരാ ഈ ദൂർത്ത് കാണുന്നത്? മനുഷ്യരെ ആലോചിക്കാൻ. അപ്പൊ തുടക്കം കല്യാണത്തിൽ സ്ത്രീധനം വാങ്ങിക്കൊണ്ടാണ് തുടക്കം. സ്ത്രീധനം വാങ്ങി തുടങ്ങുന്ന കല്യാണം കാരുണ്യമില്ലാത്ത കല്യാണം. അള്ളാഹ് സഹായിക്കുക ആരെയാ? അള്ളാഹ് സഹായിക്കുക അള്ളാഹിനെ സഹായിക്കുന്ന പോലെയാണ്. അള്ളാഹിനെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹു പഠിപ്പിച്ച പോലെ ദാമ്പത്യ ജീവിതത്തിൽ പ്രാർത്ഥനാ നിർഭരമായി ഇടപെടുന്നൊരു മനുഷ്യനല്ലാതെ അള്ളാഹുവിന്റെ കാരുണ്യം ഉണ്ടാവോ? ഇല്ല. ഫദ്കുറൂനി അദ്കുറുക്കും വഷ്കുറൂലി വലാ തക്ഫുറൂൻ അല്ലേ? ഫദ്കുറൂനി അദ്കുറുക്കും വഷ്കുറൂലി വലാ തക്ഫുറൂൻ. സൂറത്ത് ബഖറ 2-ാം അധ്യായം 151-ാമത്തെ വചനം. നിങ്ങൾ അള്ളാഹിനെ ഓർക്കണം. എന്നാൽ അള്ളാഹു നിങ്ങൾ എന്ത് ചെയ്യും? ഓർക്കും. കല്യാണ സദസ്സ്, ഞാനിന്ന് വിവാഹിതനാവുകയാണ്, ഞാനൊരു മുജാഹിദ് കുടുംബത്തിലെ അംഗമാണ്, ഞാൻ സലഫി എന്നാണ് പറയുന്നത്, ഞാൻ പോകുന്നത് സലഫി പള്ളിയിലാണ്, എൻ്റെ ഡ്രസ്സ് നരിയാണിയുടെ മേലെ ഞാൻ ഉയർത്തി ഉടുത്തിട്ടുള്ളത് ഞാനൊരു സലഫി ആയതുകൊണ്ടാണ്, എൻ്റെ മീശ ഞാൻ വെട്ടിയൊതുക്കിയിരിക്കുന്നത് ഞാനൊരു സലഫി ആയതുകൊണ്ടാണ്, എൻ്റെ താടി ഞാൻ നീട്ടിയിരിക്കുന്നത് ഞാനൊരു സലഫി ആയതുകൊണ്ടാണ്, അതുകൊണ്ട് തന്നെ എൻ്റെ വിവാഹത്തിൽ സംഗീതം ഉണ്ടാകാൻ പാടില്ല. ഇല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മനുഷ്യരെ പഠിപ്പിച്ച കാതലായൊരു വശം, കല്യാണം ക്ഷണിച്ചാൽ പോണം. നബി പറഞ്ഞു, ഭയങ്കര ഗൗരവമായ സുന്നത്താണ്. എത്രയോ ഹദീസുകൾ ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. കല്യാണത്തിന് ക്ഷണിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ പോണം. പക്ഷേ നിങ്ങൾ അവിടെ ചെന്നു, റസൂൽ പറയാൻ 3 പ്രഗത്ഭരായ സഹാബിമാരുടെ പ്രവൃത്തിയും കൂടി കാണാം ചരിത്രത്തിൽ. കല്യാണ വീടുകളിൽ ചെന്നു, സംഗീതമുള്ള കല്യാണ വീട്ടിൽ ചെന്നാൽ റസൂലുള്ള പറഞ്ഞു അവിടെ ഇരിക്കരുത്. സംഗീതം, നിങ്ങൾ ചെന്നിട്ട് അവിടെ സംഗീതമുണ്ട്, എന്നാ നിങ്ങൾ എന്ത് വേണോ? ഇറങ്ങിപ്പോരുക മാത്രമാണോ? അല്ല. ആ വീട്ടിന്റെ ഓണറെ, ആ ഉത്തരവാദിത്തപ്പെട്ട നായകനെ, കുടുംബനായകനെ അയാളെ വിളിച്ചിട്ട് പറയണം, പടച്ചതമ്പുരാൻ ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കൽ ഹക്കുൽ മുസ്ലിമി അലൽ മുസ്ലിമി സിത്തുൻ എന്ന് അള്ളാഹ് വഹയിലൂടെ റസൂലുള്ളയിലൂടെ പഠിപ്പിച്ചതുകൊണ്ട് ക്ഷണിച്ചപ്പോ ഞാൻ വന്നു. പക്ഷേ അതേ റസൂല് പറയുന്നു, ആ വീട്ടിൽ സംഗീതമുണ്ടെങ്കിൽ ഇറങ്ങിപ്പോരാൻ വേണ്ടി, അതുകൊണ്ട് ഞാൻ ഇറങ്ങിപ്പോവാണ്. നിങ്ങൾക്ക് എന്നോടൊന്നും തോന്നരുത്. ഇസ്ലാം മനുഷ്യരെ പഠിപ്പിക്കുകയാണ്. സംഗീതത്തിൽ അധിഷ്ഠിതമാകരുത് വിവാഹം, മറിച്ച് പ്രാർത്ഥനാ നിർഭരമാകണം. എവിടെ നോക്കിയാലും ശാന്തത, സ്ത്രീകളുടെ ബഹളമയമായ അന്തരീക്ഷമില്ല, സ്ത്രീകൾ ആണുമായി കൂടിക്കൊടയുന്നൊരു അന്തരീക്ഷമില്ല, ക്യാമറമാൻ അവരുടെ ചുറ്റിലും ഓടി നടക്കുന്ന, അവർക്കിടയിൽ ഓടി നടക്കുന്ന, മണിയറയിൽ വരെ പ്രവേശിക്കുന്ന ഒരവസ്ഥ ഇല്ല. അങ്ങനെ ഇസ്ലാമികമായ ഒരു വിവാഹം,
എങ്കിൽ അള്ളാഹു അവനെ അനുഗ്രഹിക്കും. ഭാര്യയുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് 2 റക്അത്ത് സുന്നത്ത് 2 പേരും നിസ്കരിച്ച് ആരംഭിച്ച എത്ര ദാമ്പത്യമുണ്ട് നമുക്കിടയിൽ. റസൂല് പഠിപ്പിച്ച സുന്നത്തിനെ ഫോളോ ചെയ്ത് വിവാഹം ആരംഭിച്ച എത്ര വിവാഹമുണ്ട് നമുക്കിടയിൽ. ഉണ്ടോ? ആലോചിക്കണം. കിടപ്പറയിലേക്ക് മണിയറ കൂടുമ്പോ 2 പേരും 2 റക്അത്ത് നിസ്കരിക്കണം. 2 പേരും 2 റക്അത്ത് സുന്നത്ത്. അവരുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കണം. തുടക്കം അതാണ്. അതൊന്നുമില്ല. വീട്ടിലേക്ക് അടുകേറി സംഗീതം പൊടിപൊടിക്കുകയാണ്. അതിനിടയിലാണ് ദാമ്പത്യത്തിന്റെ തുടക്കം, അല്ലേ? അപ്പോ ദാമ്പത്യം അള്ളാഹു ഇഷ്ടപ്പെട്ട പോലെ യാ അയ്യുഹല്ലദീന ആമനു ഉദ്ഖുലു ഫിസ്സിൽമി കാഫ, ഇസ്ലാമിലേക്ക് നിങ്ങൾ പൂർണ്ണമായിട്ട് വരെ, അല്ലേ? മുജാഹിദാണ്, വാചാലനാണ് എന്നല്ലേ നമ്മൾ പറയും. പക്ഷെ വിവാഹരംഗം ഇസ്ലാമില്ല. അങ്ങനെയാണോ ആകേണ്ടത്? അങ്ങനെയല്ല. എന്തുകൊണ്ട്? ഉദ്ഖുലു ഫിസ്സിൽമി കാഫ, ഇസ്ലാമിലേക്ക് നിങ്ങൾ പൂർണ്ണമായിട്ട് വരെ. നിങ്ങൾ എല്ലാ കാര്യത്തിലും ഇസ്ലാം ഉണ്ടാകട്ടെ. നിങ്ങളുടെ നടത്തത്തിൽ, നിങ്ങളുടെ ഇരുത്തത്തിൽ, നിങ്ങളുടെ സംസാരത്തിൽ, നിങ്ങളുടെ രീതിയിൽ, എല്ലാറ്റിലും എന്തുണ്ടാവട്ടെ? ഇസ്ലാം ഉണ്ടാകട്ടെ, അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങളുടെ ദാമ്പത്യം, നിങ്ങളുടെ സാമ്പത്തികം, നിങ്ങളുടെ ഇടപാടുകൾ, ക്രയവിക്രയങ്ങൾ എല്ലാറ്റിലും എന്തുണ്ടാവട്ടെ? ഇസ്ലാം ഉണ്ടാകട്ടെ എന്ന് ആര് പറഞ്ഞു? അല്ലാഹു സൂറത്ത് ബഖറ 208 പറഞ്ഞു. വലാ തത്തബിയു ഖുതുവാതി ശൈത്താൻ, നിങ്ങൾ എന്ത് ചെയ്യരുത്? ശൈത്താന്റെ കാൽപാദങ്ങളെ നിങ്ങൾ പിന്തുടരുത്. ഇന്നഹു ലക്കും അദുവ്വും മുബീൻ, അവൻ നിങ്ങൾക്കാരാ? പ്രത്യക്ഷ ശത്രു. പിശാചാര നിങ്ങൾക്ക് പ്രത്യക്ഷ ശത്രു. ശരി, നമുക്ക് ആലോചിക്കാം. ഇസ്ലാം ആ പഠിപ്പിച്ച പോലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പോലെ ഫൽഫർ ബി ദാത്തിദ്ദീൻ എന്നതിന് എന്തുകൊണ്ട് കുടുംബം ഫസാദായി പോകുന്നു? നമ്മൾ എന്തിൻ്റെയും ഒരു കാരണം. ഇപ്പം എന്താ ഒരു വിള്ളൽ? എന്താണ് ഒരു ചോർച്ച? എന്താണ് ആ ബിൽഡിങ്ങിന്റെ ആ ഭാഗത്ത് ഒരു വെള്ളൊലിക്കൽ? അത് പരിശോധിക്കും പറയാ, അതിന്റെ തുടക്കത്തിൽ തന്നെ, അത് വാർത്തപ്പോൾ തന്നെ അതിനെന്തോ ഒരു തകരാറ്, ഒരു ന്യൂനത സംഭവിച്ചിട്ടുണ്ട്, അല്ലേ? ആ ഫൗണ്ടേഷൻ എന്തോ ഒരു തകരാറുണ്ട്. അതുകൊണ്ട് ബിൽഡിങ്ങിന് ചെറിയൊരു ഇളക്കമുണ്ട്, ബിൽഡിങ്ങിന്റെ ഇന്ന ഭാഗത്തിന് ചെറിയൊരു കുലുക്കമുണ്ട്, അല്ലേ? ഫൗണ്ടേഷൻ ശരിയല്ല, അല്ലേ? അങ്ങനെ വാഹനത്തിനുണ്ടാവും. ടയറിന് കംപ്ലൈന്റ്, പഞ്ചറായി, വണ്ടി മുന്നോട്ട് നീങ്ങില്ല. ഡീസൽ ഉണ്ടായിട്ട് കാര്യമല്ല, ഉണ്ടോ? പെട്രോൾ ഉണ്ടായിട്ട് കാര്യമല്ല. എഞ്ചിൻ നല്ല ക്ലിയർ ആയിട്ട് കാര്യമില്ല. ടയർ പഞ്ചറായി, വണ്ടി മുന്നോട്ട് നീങ്ങോ? ഇല്ല. ബ്രേക്ക് പോയി, വണ്ടിയെ കൺട്രോൾ ചെയ്യാൻ കഴിയോ? ഇല്ല. അടിസ്ഥാനങ്ങളുടെ അടിസ്ഥാനം എന്താണ്? അടിസ്ഥാനങ്ങളുടെ അടിസ്ഥാനം വിവാഹം കഴിച്ചപ്പോ ഫൻകിഹു അയാമാമിൻകും, വിശുദ്ധ ഖുർആൻ സൂറത്ത് നൂറിലൂടെ പഠിപ്പിച്ചു. എന്താ? നിങ്ങൾ വിവാഹത്തിൽ ഏർപ്പെടുത്തുക, വിവാഹിതരാക്കി കൊടുക്കുക, നിങ്ങൾ വിവാഹം കഴിപ്പിക്കുക. എന്നിട്ട് എങ്ങനെയുള്ള ആളുകളെ? സ്വാലിഹീങ്ങളായിട്ടുള്ള ആളുകളെ. ഫൽഫർ ബി ദാത്തിദ്ദീൻ, മതനിഷ്ഠയുള്ള. മതനിഷ്ഠ എന്താണ്? മതനിഷ്ഠ അല്ല, എല്ലാവരും മനസ്സിലാക്കുക. എന്താ മതനിഷ്ഠ? ആളുകൾ പറയും അഫ്ളലുൽ ഉലമ പഠിച്ച കുട്ടി. അല്ലട്ടോ, റസൂലിന്റെ കാലത്ത് എന്താ അഫ്ളലുൽ ഉലമ ഉണ്ടോ? അപ്പൊ റസൂലല്ലേ ഇത് പറഞ്ഞ്? അതെ. അന്ന് പിന്നെ കല്ലടിക്കോട് കോളേജും ഇവിടുത്തെ വേറെ ജാമിയ നദ്വിയും ഇതൊക്കെ ഉണ്ടോ? മദീനത്തുൽ ഉലൂമൊക്കെ? അല്ലട്ടോ. അഫ്ളലുൽ ഉലമ പാസ്സായതിനെ കെട്ടാണ്ടിക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത് വേറെ കൊണ്ട് നിങ്ങൾ തൽക്കാലം തെറ്റിദ്ധരിക്കുകയും ചെയ്യരുത്. കാരണം എന്താണെന്നറിയോ? ഒരു ഇത്തിരി ദീൻ പഠിച്ച പെണ്ണാണ്, അവള് ഭയങ്കര അഹങ്കാരിയായിരിക്കും. ഓളെന്താ പറയാറിയോ? നിങ്ങൾ എന്നെ വലിയ ആയത്തും ഹദീസൊന്നും കേൾക്കും. ഞാൻ 5 കൊല്ലം മദീനത്തുൽ ഉലൂമിലായും പഠിച്ച്, അവിടെ കൂടി പോയില്ലേ. മറ്റോളോ? നിങ്ങൾക്ക് ഓർമ്മയില്ലേ, ഞാൻ ഡിഗ്രി വരെ പഠിച്ച ഒരാളാണ്. നിങ്ങൾ ആയത്തും ഹദീസും ഒന്നും ഓർമ്മയില്ല. നിങ്ങൾ അതൊന്ന് പറഞ്ഞു തന്നേക്ക് കേട്ടോ. വ്യത്യാസം മനസ്സിലായോ? അത് തന്നെ. നേരെ അഫ്ളലുൽ ഉലമ കുട്ടികളെ കെട്ടണ്ടെന്നല്ലോ ടോലെ രക്ഷിതാക്കൾ ഇന്നെ കയറി തച്ചൂടൂ, അതല്ല. സത്യം പറഞ്ഞാൽ അഫ്ളലുൽ ഉലമ പഠിച്ചു കഴിഞ്ഞാൽ ഒരു അഹങ്കാരമുണ്ട്. അങ്ങനെ പഠിച്ച കുട്ടികളെ കെട്ടിക്കൊണ്ടുവരുമ്പോൾ എന്താ? അങ്ങോട്ടൊന്നും പറയാൻ കഴിയില്ല. ഓള അതിൻ്റെ അടുക്ക് അതിൻ്റെ ബാക്കി ഇങ്ങോട്ട് അറിയും, പക്ഷെ ഓളെടുത്ത് ഉണ്ടാവില്ല. അത് പൊതുവേ അങ്ങനെ കണ്ടുവരുന്നു. പല ആളുകളും അങ്ങനെ അഭിപ്രായവും പറയുന്നു. ഞാൻ പിന്നെ പല ആളുകളും പറയൂ, അതെ നിങ്ങൾ പറഞ്ഞിട്ടാണ് ആ കുട്ടീനെ ഓള് ജാമ്യം പഠിച്ച് പറഞ്ഞിട്ടാണ് കെട്ടിയത്. ഭയങ്കര ലുൽമ കേട്ടോ, അഫ്ളലുൽ ഉലൂമാണ്. അഫ്ളലുൽ ഉലമയല്ല കേട്ടോ, അഫ്ളലുൽ ഉലൂമ. എത്രയോ യുവാക്കൾ അങ്ങനെ പറയണേക്ക. എന്താ? അവിടെ കയറിയിട്ട് പഠിച്ചാൽ ഉണ്ടാവേണ്ട ഒരു ക്വാളിറ്റി ഉണ്ടല്ലോ, ആ ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ട്. നേരെ മറിച്ച് ഇപ്പം ഞാൻ ഒക്കെ അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ കല്യാണം കഴിച്ചത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. അതായത് നക്സലൈറ്റ് പ്രസ്ഥാനത്തിന്റെ സ്റ്റേറ്റ് ലെവലിൽ അന്ന് ഡിപ്പാർട്ട്മെന്റ് പോലീസുകാർ കണ്ടാൽ വെടിവെച്ച് കൊല്ലാൻ പിന്നെ ഓർഡർ ഇട്ടൊരു മനുഷ്യന്റെ മോളെ ഞാൻ കല്യാണം കഴിച്ച്. അങ്ങനത്തെ ഒരാളുടെ മകളെയാണ് എനിക്ക് കല്യാണം കഴിക്കേണ്ടി വന്നത്. എന്താ സംഭവം എന്ന് വെച്ചാൽ, അയാള്
ഒക്കെ വിട്ട് കമ്മ്യൂണിസ്റ്റൊക്കെ വിട്ട് ഇസ്ലാം സ്വീകരിച്ച് ഇസ്ലാമായി നല്ല മുജാഹിദായി ജീവിച്ചിട്ട് പിന്നെ കല്യാണ പ്രപ്പോസൽ വരുമ്പോൾ ഒക്കെ പറയാ അയാൾ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു എന്ന്. ഞാൻ ആളുകളോട് ചോദിച്ചു, ഉമർ ആരായിരുന്നു? ഉമർ ജാഹിലായിരുന്നു. പിന്നെ ആരായിരുന്നു? പിന്നെ നല്ല മനുഷ്യനായിരുന്നു. പിന്നെ ആരായിരുന്നു? സ്വർഗാവകാശിയായിരുന്നു. ഉമർലാന് സ്വർഗത്തിൽ പ്രത്യേക വീടുണ്ട് എന്ന് റസൂൽ പറഞ്ഞു. അങ്ങനത്തെ ആളായിരുന്നു. ഇസ്ലാം മാറിക്കഴിഞ്ഞാൽ പിന്നെ പഴയ ജാഹിലിയത്തും നക്സലേറ്റും പറഞ്ഞിട്ട് അയാളെ നല്ലൊരു പാമ്പ് പിടിച്ച കുട്ടീനെ കല്യാണം കഴിക്കാതിരിക്കുക, നിങ്ങൾ ഇങ്ങോട്ട് കാണിച്ചു തരികയാണ്. ഞാൻ കൊണ്ടുപോയി കണ്ട് അയാൾ കിട്ടുകയും ചെയ്ത്. അതുകൊണ്ട് എന്തായി, ഓളൊരു ഭൗതിക വിദ്യാഭ്യാസമാണ് പഠിച്ച് ഒന്ന് കയറിയ മുതൽ നമ്മളൊരു ആയത്ത് പറയുമ്പോൾ തൊള്ളയിലേക്ക് നോക്കൂ, ഓളത് കേൾക്കൂ, ഓളത് ശ്രദ്ധിക്കൂ. അങ്ങനെ പഠിപ്പിച്ച് ഇത് ഞാൻ തുറന്നു പറയണെന്നറിയോ, ജീവിതം പച്ചയായ ജീവിതം മനുഷ്യൻ്റെ. ആടെ മനുഷ്യൻ എന്ത് ചെയ്യണോ, മനുഷ്യൻ ജീവിതത്തെ പഠിച്ച കാര്യങ്ങൾക്കനുസരിച്ച് ഞാൻ ജീവിക്കണമല്ലോ, ഞാനാണല്ലോ ജീവിക്കേണ്ടത്, ഞാനാണല്ലോ അറിയേണ്ടത് എന്നൊരു ബോധത്തിലേക്ക് മനുഷ്യൻ എന്ത് വേണോ, മനുഷ്യൻ തിരിച്ചു പോകണം. അപ്പോൾ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച സ്ത്രീകളെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു പ്രതിനിധിയായിട്ട് ഒരു സ്ത്രീ വന്നിട്ട് പറഞ്ഞു, നബിയെ, നിങ്ങളെ മദീനത്ത് മസ്ജിദുൻ നബവിയിലും പരിസരത്തും അതുപോലെയുള്ള നിങ്ങളെ ദർസിലൊക്കെ ഞങ്ങളെക്കാൾ കൂടുതൽ പുരുഷന്മാരാണല്ലോ പങ്കെടുക്കണേ, കൂടുതൽ ദീനീ കാര്യം കേൾക്കാനും പഠിക്കാനും അവർക്ക് അവസരം, ഞങ്ങൾക്ക് അവസരമില്ല, അതുകൊണ്ട് ഞങ്ങൾക്കൊരു സെപ്പറേറ്റ് ക്ലാസ് നിങ്ങൾ സംഘടിപ്പിച്ചു തരണോ. സഹീഹ് മുസ്ലിമിലാണ് ഹദീസ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് വേണ്ടി പ്രത്യേകമായ ക്ലാസ് സംഘടിപ്പിച്ചു. നബി അവരെ ദീന് പഠിച്ചപ്പോൾ അവർ ഓരോ സ്റ്റെപ്പ് ഇപ്പം നിങ്ങൾ നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാൻ ഒരു നല്ല സ്ത്രീയെ കുറിച്ചിട്ട്, ഒരു നല്ല ഭാര്യയെ കുറിച്ച് ഞാനിങ്ങനെ ഓരോന്ന് പറഞ്ഞ് നിങ്ങൾ കേൾപ്പിച്ച് ഇങ്ങനെ പോകണേ, നമ്മൾ ചിന്തിച്ചാൽ മതി. ഒരു നല്ല ഭാര്യയെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, അവളോട് ഭർത്താവ് പിണങ്ങി, ഭർത്താവ് കോപിച്ചു. കേൾക്കണേ, സ്ത്രീകൾ പ്രത്യേകം നോട്ട് ചെയ്യണം. ഇതൊക്കെ എന്തിനാണ്? ഈ സംഭവം ഇങ്ങനെ കേൾക്കുമ്പോൾ പടച്ചോനെ, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ഞാനും ഇങ്ങനെയാകുന്നു പെരുമാറേണ്ടത് എന്ന് പഠിക്കാനാ സംഭവം പറയുന്നത്, അല്ലെ? അങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് അതിന് വിജയം ഉണ്ടാവുക. അപ്പൊ റസൂലുള്ള പറയാ, ഒരു നല്ല സ്ത്രീയാണെങ്കിൽ ഭർത്താവ് അവളോട് ശകാരിച്ചാലും പിണങ്ങിയാലും അവൾ എന്ത് ചെയ്യുന്നറിയോ, അവള് മഗ്‌രിബിന്റെ സമയത്ത് വന്നിട്ട് ഭർത്താവിന്റെ കയ്യിൽ അവളുടെ രണ്ട് കയ്യും ഇങ്ങനെ വെച്ചിട്ട്, നിങ്ങളിന്ന് തൃപ്തിപ്പെട്ടിട്ടല്ലാതെ ഞാൻ ഉറങ്ങൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, എന്താ പറയുന്നത്? രണ്ട് കൈയും ഇങ്ങനെ ഭർത്താവിന്റെ രണ്ട് കൈകളിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ മുറുക്കി പിടിച്ചിട്ട് അവൾ പറയത്രേ, നിങ്ങൾ എന്നെ തൃപ്തിപ്പെട്ടിട്ടല്ലാതെ ഞാൻ ഉറങ്ങൂല. നമ്മളെ കാലക്കാരോ, നിങ്ങൾ ഇങ്ങനെ, എന്നാ ഞാൻ ഇങ്ങനാ, എന്നിട്ട് പായി കത്തിരി എടുത്ത് ഒന്ന് ഇങ്ങനെ മുറിച്ച് പാതി പുറത്തേക്ക് കൊണ്ടുപോയിട്ട് ഒരു ചുരുണ്ട് അങ്ങോട്ടൊറ്റ കടത്തോ. പിന്നെ എങ്ങനെയൊന്നാവുക? രണ്ട് കൈയും ഭർത്താവിന്റെ കൈകളിൽ ഇങ്ങനെ കൊടുത്തിട്ട്, എന്നെ നിങ്ങൾ ഇന്ന് തൃപ്തിപ്പെട്ടാലല്ലാതെ ഞാനിന്ന് ഉറങ്ങൂല എന്ന് പറയാനുള്ള ഒരു വിനയം സ്ത്രീകൾക്ക് ഉണ്ടാവുമോ? ഈ വിനയം ഉണ്ടല്ലോ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട് കാണാം. വിവാഹം കഴിച്ചു കൊടുക്കുന്ന കുട്ടികളെ പറ്റി പറഞ്ഞിടത്ത് പറയാം, അതായത് മണവാട്ടിയായിട്ട് കയറി ചൊല്ലാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകളോട് പറഞ്ഞായിട്ട് കാണാം, കോപം, അതായത് മനുഷ്യ സ്ത്രീകളിൽ ഉണ്ടാകുന്ന കോപം, മോളെ, അത് ത്വലാഖിന്റെ താക്കോലാണ്. എങ്ങനെ? കോപം തലാഖിന്റെ താക്കോലാണ്. തൊട്ടേനും പിടിച്ചതിനും ഒക്കെ പെണ്ണ് കോപിക്കുക ഭർത്താവിനോട്. അപ്പം ഭർത്താവ് എപ്പോഴും വിചാരിക്കുന്നറിയോ, ഞാനൊന്നും വാങ്ങാതെ അവളെ കല്യാണം കഴിച്ചു, ഞാനല്ലേ ഒക്കെ തിന്നാൻ കൊടുക്കണേ, ഞാനല്ലേ ഒക്കെ ഡ്രസ്സ് കൊടുക്കണേ, എൻ്റെ കീഴിലല്ലേ ഓള് ജീവിക്കണം, ഓൾ ഇങ്ങനെ അഹങ്കാരിയാകാൻ പാടുണ്ടോ? നിങ്ങൾ എന്ത് പറഞ്ഞാലും നമ്മൾ പറയൂ, പിന്നെ മാമ എനിക്ക് നിങ്ങളോട് ബഹുമാനമൊക്കെയാണ്, ഉസ്താദേ ഞാൻ വളരെ സ്നേഹിക്കുന്ന ഒരാളാണ്, ഓളെ കാര്യത്തിൽ നിങ്ങളൊരു കോംപ്രമൈസ് എന്നോട് പറയരുത് കേട്ടോ, ഓളെ എനിക്ക് സഹിക്കാൻ കഴിയൂല, ആ സാധനത്തിന് എൻ്റെ അടുത്ത് നിങ്ങൾ മുറിച്ചു തരണം, ഞങ്ങളെ കയ്യും കാലും പിടിക്കുക, നിങ്ങൾ എന്നോട് ചെയ്യുന്ന ഏറ്റവും വലിയ സേവനം ഓൾ എൻ്റെ അടുത്ത് നിന്ന് വേർപ്പെടുത്തി തരലാണ് എന്ന് പറയുന്ന എത്ര ആളുണ്ട്? എൻ്റെ ജീവിതത്തിൽ അനുഭവം ഉണ്ടായിട്ടുണ്ട്. എന്നോട് വന്നിട്ട് നിങ്ങൾ ഉപദേശിച്ചാൽ ചിലപ്പോൾ ഞാൻ നന്നായി പോവും, അതുകൊണ്ട് നിങ്ങൾ എന്നോട് പറയരുത്, ഓളെ കുരിശ് വേറെ എനിക്കാവില്ല, ഓളെ നിങ്ങൾ നോയിവായി തരണം. അപ്പം ഞാൻ ചോദിച്ചാൽ എന്താ? ഒന്നുമില്ല, ഒന്ന് പറഞ്ഞാൽ നാലോള് പറയും, ചാടിക്കളിയാൻ. ആ ആളുകളുണ്ടോ, പരിസരത്ത് ആളുണ്ടോ ഒന്നും നോക്കൂല, അബ്രഹാം ലിങ്കന്റെ ഭാര്യന്റെ മാതിരി. മനസ്സിലായി? ഇത് നമ്മൾ വളരെ, ഇപ്പം നിങ്ങൾ നോക്കുക, ആൽബർട്ട് ഐൻസ്റ്റീൻ അദ്ദേഹം എഴുതിയ ഒരു ലേഖനം നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു. ഒരു കാലത്ത് 2 സ്ത്രീകളെ വിവാഹം കഴിച്ചിരുന്നു, 2 ആളുകളിലും പരാജയമായിരുന്നു ദാമ്പത്യം. നേരെ മറിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 9 സ്ത്രീകളുടെ കൂടെ ജീവിച്ചു. നിങ്ങൾ അറിയണം,
ഈ 9 സ്ത്രീകളുടെ കൂടെ ജീവിച്ചിട്ട് ഒരിക്കലും പ്രവാചക തിരുമേനി, വിശുദ്ധ ഖുർആൻ ആ കാര്യം പറഞ്ഞു തരുന്നുണ്ട്, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ 9 പേരെയും വിളിച്ചെടുത്തിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കണം, പുരുഷന്മാർ പ്രത്യേകം ശ്രദ്ധിക്കണം. പുരുഷന്മാരാണ് ഈ വിഷയം, ഇപ്പറഞ്ഞ വിഷയം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. 9 ഭാര്യമാരോട് റസൂലുള്ളാഹി ചോദിച്ചു, അല്ല എൻ്റെ കൂടെയുള്ള ജീവിതം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ചെറിയ തോതിൽ മടുപ്പൊക്കെ ആയിട്ട് ഇങ്ങനെ തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ റിലീസാക്കാം. ഞാൻ നിങ്ങൾക്ക് ഭൗതികമായിട്ട് എന്താ ആവശ്യമെങ്കിൽ എൻ്റെ സ്വത്തൊന്നും കാര്യത്തൊന്നും ഒക്കെ ഞാൻ നിങ്ങൾക്ക് തരികയും ചെയ്യാം. നിങ്ങൾ പിരിഞ്ഞു പോയിക്കോളി, ഞാനുമായുള്ള ജീവിതം നിങ്ങൾക്ക് പറ്റില്ല, നിങ്ങൾ പിരിഞ്ഞു പോയിക്കോളീ അല്ലേ. 9 ഭാര്യമാർ എന്തേ പറഞ്ഞ്? ആവു കഴിച്ചിലായി, എന്നാ കഴിച്ചിലായി അൽഹംദുലില്ലാ എന്നാ പറഞ്ഞ്? അല്ല നബിയേ, നിങ്ങളെപ്പോലെ ഒരു ഭർത്താവിനെ കിട്ടിയിട്ട്, നിങ്ങളെപ്പോലൊരു മനുഷ്യനെ കിട്ടിയിട്ട് വേറൊരു പുരുഷനെ സങ്കല്പിക്കുക മനസ്സിൽ സാധ്യമല്ലേ ഞങ്ങൾക്ക്? ഞങ്ങൾ നിങ്ങളെ വിട്ടുപോകാൻ തയ്യാറില്ല, ഞങ്ങൾ നിങ്ങളെപ്പരം ജീവിച്ച് മരിക്കാനാണ്. നമ്മുടെ കൂട്ടത്തിൽ ഒന്നിനെ തന്നെ പോറ്റിയിട്ട് ആ ഒന്നിന് നമ്മളോട് എന്തില്ല, ഇങ്ങനെ രണ്ടു കൂടി എപ്പോഴും അല്ലേ? എന്താ ബഷീർക്ക് നിങ്ങളിങ്ങനെ ഭാഗത്ത് അല്ലെ? എന്താ മുഹമ്മദ് ഇജ്ജിങ്ങനെ? ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ജി പീഡിയ കൊലയിൽ ഇരിക്കുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് വരുമ്പോൾ ജി പീഡിയ കൊലയിൽ ഇരിക്കുന്നുണ്ട്. അതെന്തേ? ഒന്നുമില്ല, ദജ്ജാലൊന്ന് ഉറങ്ങട്ടെ വിചാരിച്ചിട്ടാണ്. ഏതാ ദജ്ജാല്? ഓന്റെ ഭാര്യ. ഓളെ ഉറങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. നിങ്ങൾ എന്നെ എങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കട്ടോ, ഞാൻ ഈ പറയണത് ഇല്ലാത്താണോ? ഭാര്യമാരോട് സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ അന്യ സ്ത്രീകളോട് സംസാരിക്കാനാണ് അവരുടെ ഭർത്താക്കന്മാർക്ക് ഏറ്റവും ഇഷ്ടം ഇക്കാലത്ത്. ശരിയല്ലേ? തിരിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മളില്ലാത്ത സമയത്താണ് നമ്മളെ ഭാര്യമാര് അടിച്ച് തകർക്കുക നാട്ടിൽ. ഓർക്ക് ഏറ്റവും കൂടുതൽ അയൽവാസിയായ മാധവനോട് സംസാരിക്കാൻ ഏറ്റവും ഇഷ്ടപ്പെടാ ഭർത്താവ് പുരയിലുള്ളപ്പോൾ ഓള് പുറത്തുകൂടി ഇറങ്ങൂല, തട്ടൊക്കെ ഇങ്ങനെ ഒക്കെ ഇട്ട് ഇങ്ങനെ. അപ്പൊ ഇവൻ വിചാരിക്കും, ഇജ്ജ് തിരക്കില്ലല്ലടി എൻ്റെ എവിടെ നീ നമ്മളെ പറ്റിക്കാണ്. നമ്മളില്ല, നമ്മളൊരു 5 ദിവസം കഴിഞ്ഞിട്ടേ വരുമെന്നൊക്കെ അറിഞ്ഞാൽ എന്താണ്? ഓളെ തലയെ തട്ടം ഉണ്ടാവില്ല, ഓളെ അടുക്കളയിൽ നിൽക്കൂല. ഭർത്താവില്ലാത്തപ്പാണ് അങ്ങനെ നിൽക്കണ്ട്. എങ്ങനെ നിൽക്കേണ്ടത്? തട്ടൊക്കെ മര്യാദക്കിട്ട് നല്ല നിലക്ക് പുരേന്ന് പുറത്തിറങ്ങാതെ. ഭർത്താവുള്ളപ്പോൾ ഭർത്താവിന്റെ കൂടെ വന്നിക്ക, ഭർത്താവുള്ളപ്പോൾ ഭർത്താവിന്റെ കൂടെ നിങ്ങൾക്ക് വർത്താനം പറയാ. ഭർത്താവിന്റെ അഭാവത്തിലോ അല്ലാഹ് പറയാ, എന്ത്? ഭർത്താവിന്റെ അഭാവത്തിൽ കാത്തു സൂക്ഷിക്കേണ്ടതൊക്കെ കാത്തു സൂക്ഷിക്കുന്ന ഒരു പെണ്ണ് അല്ലേ? അല്ലേ ഭർത്താവിന്റെ സ്വത്ത് ഇപ്പം ഭർത്താവിന് ഇഷ്ടമില്ല. ചരിത്രത്തിൽ കാണാൻ സഹാബ വനിതകള്, നബിയുടെ ഭാര്യമാര് അല്ലേ? അബു സുഫിയാൻ വന്നു, വിരി അങ്ങോട്ട് മാറ്റി കളഞ്ഞു. റസൂലുള്ളാഹിന്റെ കിടക്കയിലെ വിരി, നബി കിടനേരത്തിലുള്ള ബെഡിലെ വിരി. നിങ്ങൾക്ക് ഇരിക്കാനല്ലത്, നിങ്ങൾ ഇഷ്ടമല്ല എൻ്റെ വാപ്പ എൻ്റെ ഭർത്താവിന്. അതാ ഭർത്താവ് ഇഷ്ടമില്ലാത്ത ഒരാൾ വീട്ടിൽ വരിക, തുറന്ന് പറയാൻ കഴിയണോ? എൻ്റെ ഭർത്താവ് ഇഷ്ടമില്ലാത്ത ഒരാളാകൾ, നിങ്ങൾ ഇവിടെ നിൽക്കരുത്, നിങ്ങൾ പോകണം. കഴിയോ? എവിടെ അല്ലേ? എവിടെ കഴിയാൻ? അയാളെ കയറ്റി ഏറ്റവും നല്ല സീറ്റിലിരുത്തി നല്ല 4 വർത്താൻ പറയല്ലാതെ. ഇസ്ലാം പറയാൻ അയാൾക്ക് ഇഷ്ടമല്ല, ഞങ്ങളുടെ ഭർത്താവിന് അയാൾ വരുന്നത് ഇഷ്ടമല്ല, എന്നാ അയാൾ അവിടെ വരാൻ പാടില്ല. അതാണ് ഇസ്ലാം അവിടെ പഠിപ്പിച്ചിട്ടുള്ളത്. അതിനെന്ത് വേണമെന്ന് പറഞ്ഞാൽ, ഇസ്ലാം ശരിക്ക് ഖുർആനിലൂടെ സുന്നത്തിലൂടെ ദീന് പഠിച്ച് അത് ഉൾക്കൊണ്ട് അത് പ്രാവർത്തികമാക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ കുടുംബാന്തരീക്ഷം വരണം. നോക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ ദാമ്പത്യം, റസൂലുള്ളാഹിന്റെ ദാമ്പത്യം നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പൊ മണിയറയിലേക്ക് പാലുമായിട്ട് പോവുക അല്ലേ? അങ്ങനെ ഒരു സമ്പ്രദായമില്ലേ നമ്മുടെ നാടുകളിലൊക്കെ അല്ലേ? ആദ്യ രാത്രി മണിയറയിലേക്ക് പാലുമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരംഭിച്ചു വെച്ചൊരു സുന്നത്താണത്. എങ്ങനെ? ഇപ്പൊ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കല്യാണം കഴിക്കുന്നത് 6ാമത്തെ വയസ്സിലാണ്. ആയിഷ ബീവിക്ക് 6 വയസ്സുള്ളപ്പോൾ സഹീഹ് മുസ്ലിം അത് റിപ്പോർട്ട് ചെയ്യുന്നു. 9ാമത്തെ വയസ്സിലാണ് ആയിഷ ബീവിയെ റസൂൽ എന്ത് ചെയ്യുന്നത്? നിക്കാഹ് കഴിഞ്ഞിട്ട് 3 കൊല്ലം കഴിഞ്ഞിട്ടാണ് വീട് കൂടുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? വീട് കൂടുന്നത് എപ്പോഴാണ്? 3 കൊല്ലം കഴിഞ്ഞിട്ട് 9ാമത്തെ വയസ്സിൽ. ഏറ്റവും രസകരമായ സംഗതി എന്താ അറിയോ? ഏറ്റവും രസകരമായ സംഗതി, ആയിഷ ബീവിയെ അണിയിച്ചൊരുക്കുന്നത് മറ്റൊരു ഭാര്യ. അങ്ങനെ നബീന്റെ മണിയറയിലേക്ക്, തൻ്റെ ഭർത്താവിന്റെ മണിയറയിലേക്ക് മറ്റൊരു ഭാര്യയായി കടന്നു വന്ന ആയിഷ ബീവിയെ ആരാ അണിയിച്ചൊരുക്കുന്നത്? വേറൊരു ഭാര്യ. നമ്മളെ കാലഘട്ടത്തിലോ മുജാഹിദാണെങ്കിൽ പോലും കേട്ടോ, എന്താ അറിയോ, 2ാമത് കല്യാണം കഴിച്ചെന്ന് പറഞ്ഞാൽ പാലിൽ നല്ല വിഷം കലക്കിയിട്ട് എന്നാ കുടിച്ചോ,
ഓളാട് കൊന്നുകളാ അല്ലേ, ഓളെ അങ്ങോട്ട് കൊല്ലാൻ വിചാരിക്കണേ. അപ്പൊ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഇരുന്നിട്ട് സ്വർഗം എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം ഇങ്ങനെ അതിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഞാൻ എൻ്റെ ഭാര്യനെ ഇങ്ങോട്ട് വിളിച്ച് ചിക്കട്ടുകാരനെ. അവൾ വലിയ സന്തോഷത്തിൽ പുസ്തകം വായിക്കല്ലേ, വലിയ സന്തോഷത്തിൽ വന്നു. അപ്പം ഞാൻ ഒരു ഹദീസ് ഇങ്ങനെ കാണിച്ചു കൊടുത്തേ. ഹദീസ് എന്താന്ന് വെച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാണ്, സ്വർഗത്തിൽ ഒരു മുത്തുണ്ട് അത്രേ. സ്വർഗത്തിൽ ഒരു കൊട്ടാര സമാനമായ വലിയൊരു മുത്ത്. ആ മുത്തിന്റെ ഉള്ളു പൊള്ളയാണ്. ആ മുത്തിന്റെ ഉള്ളു പൊള്ളയാണ്. ആ മുത്തിന്റെ ഉള്ളിൽ പ്രവേശിക്കും ആര്? രാത്രി മുഴുവനും നിന്ന് നമസ്കരിക്കുന്ന ആള്. ലോകം കൂർക്കം വലിച്ചുറങ്ങുമ്പോ രാത്രി നിന്ന് നമസ്കരിക്കുന്ന ആള്. പാവങ്ങൾക്ക് നിരന്തരമായി ഭക്ഷണം ഊട്ടുന്ന ആള്. മൂന്നാമത്തെ എന്താണെന്നറിയോ? ഞാൻ ഭാര്യക്ക് ഇങ്ങനെ വായിച്ചു കൊടുത്ത് ഹദീസിന്റെ തുടക്കത 2 സ്ത്രീകളെ ഭക്ഷിപ്പിക്കുന്ന ഭർത്താവിന് ആ മുത്തിന്റെ ഉള്ളിൽ പ്രവേശനം ഉണ്ട്. ഞാൻ അവളോട് ചോദിച്ചു, ഞാൻ ആ മുത്തിൽ കയറണ്ടേ എന്ന് ചോദിച്ചു. ഏത് ആ മുത്തുണ്ടല്ലോ, അപ്പോ അത് കയറണ്ടേ എന്ന് ചോദിച്ചപ്പോ ഒന്നും മിണ്ടാണ്ടെന്ന് എന്നോടൊരു ബാക്കിയോട് വായിക്കുകയായിരുന്നു. ഞാൻ ബാക്കി വായിച്ചു കൊടുത്ത്, എടീ ഞാൻ ആ മുത്തിന്റെ ഉള്ളിൽ 2 സ്ത്രീകളെ കല്യാണം കഴിച്ച് പോലെ നീതിനിഷ്ഠമായി പോറ്റിയാൽ ആ കൊട്ടാര സമാനമായ മുത്തിന്റെ ഉള്ളിൽ പോകും എന്ന് ഞാൻ അവളോട് പറഞ്ഞപ്പോൾ ഒന്ന് നോക്കി. പിന്നെ അവള് താഴെ വായിച്ചിട്ട് പറഞ്ഞ്, രാത്രി ഉറക്ക് എണീറ്റ് നിസ്കരിക്കുന്നവർക്ക് അമ്മുത്ത് കയറുമെന്ന് റസൂല് പറഞ്ഞിട്ടില്ലേ, നിങ്ങൾ രാത്രി നിങ്ങളെ ഞാൻ വിളിക്കുക, നിങ്ങൾ ഉറങ്ങി എണീറ്റിട്ട് നിസ്കരിച്ചോളി, 2 കെട്ടിയിട്ട് അമ്മുത്തിൽ നിങ്ങൾ പോണ്ടാന്ന്. ഏത് ആ 2 എണ്ണത്തിന് കെട്ടിയിട്ട് മുത്ത് പോയാൽ അത് വേണ്ട. വേറെ 2 കാര്യം പറഞ്ഞിട്ടില്ലേ, അത് നിങ്ങൾ ചെയ്തു. നിങ്ങൾ എനിക്ക് തിന്നാൻ തന്നില്ലേ മറ്റേ പാവപ്പെട്ടവർക്ക് ഒന്നും കൊടുത്തോളി, ഞാൻ പട്ടിണി എടുക്കാം. എന്നാൽ 2 കെട്ടിയിട്ട് മുത്തിന്റെ ഉള്ളിൽ നിങ്ങൾ പോണ്ടാൻ. ഏത് ദീന് പ്രബോധനം ചെയ്യുന്ന ഒരു പ്രബോധകന്റെ ഭാര്യയ്ക്ക് പോലും എന്തല്ല രണ്ടാമതൊരു കെട്ടുക എന്നുള്ളത് സങ്കല്പിക്കാൻ കഴിയില്ല. അപ്പൊ സ്ത്രീകൾ ദീന് നിഷേധിച്ചൊരു കാര്യം എന്താ അറിയോ? ലോകത്ത് എനിക്ക് തോന്നുന്നത് മഹാഭൂരിപക്ഷ സ്ത്രീകളും അള്ളാഹുവിൻ്റെ ഒരു തീരുമാനം എതിർത്തവരാണ്, മനസ്സുകൊണ്ട് അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് പേടി എന്തറിയോ, ഫലാ വറബ്ബിക ലാ യുഅ്മിനൂൻ എന്ന ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ മുഅ്മിനത്തായിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഏത് 2 കെട്ടണമെന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്, 2 കെട്ടുക എന്ന് അള്ള വെച്ച വിധി അംഗീകരിക്കാത്തവരാണ് ആര്? ഇഷ്ടപ്പെടാത്തവരാണ് ആര്? ഖുർആൻ പറയുന്നത് ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമുക ഫീമാ ശജറ ബൈനഹും സുമ്മ ലാ യജിദൂ ഫീ അൻഫുസിഹിം ഹറജൻ മിമ്മാ ഖളൈത വയുസല്ലിമു തസ്ലീമാ. മനസ്സിന് ചൊറിച്ചിലില്ലാതെ 4 കെട്ടാം പുരുഷനെ എന്നത് സ്ത്രീ അംഗീകരിക്കുന്നില്ല. കേരളത്തിലെ മുജാഹിദിന്റെയും സുന്നിന്റെയും ജമാഅത്തിന്റെയും ഒന്നും. അത് ഭയങ്കരമാണ് ആ കാര്യം. അത് ഇസ്ലാം പഠിപ്പിച്ചൊരു കാര്യമാണ്. അതില്ല, അത് വേണ്ട, അത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, അതല്ലാത്തത് മതി എന്ന് പറയൽ അള്ളാഹുവിന്റെ ദീനിന് പൂർണ്ണമായ കീയൊതുങ്ങലല്ല. ഞാൻ പറഞ്ഞിടത്തേക്ക് മടങ്ങിപ്പോവുകയാണ്. ആയിഷ ബീവിയെ അണിയിച്ചൊരുക്കി മണവാട്ടിയാക്കി മണിയറയിലേക്ക് പറഞ്ഞേക്കാണ്. അപ്പോൾ ഒരു പാത്രത്തിൽ പാലും കൊടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പാല് വാങ്ങി ആയിഷ ബീവിയുടെ മുമ്പിൽ വെച്ച് അത് പാതി കുടിച്ചിട്ട് റസൂലുള്ളാഹി ആയിഷ ബീവിയുടെ നേരെ നീട്ടി, റളിയല്ലാഹു തആല അൻഹയുടെ നേരെ നീട്ടി. ആയിഷ ബീവി നാണിച്ച് തലതാഴ്ത്തി അങ്ങനെ നിന്നു. അപ്പോ മറ്റേ ഭാര്യ ഉണ്ടല്ലോ, അവര് ആ പാല് വാങ്ങി നബി ചുണ്ട് വെച്ചേടത്ത്, ശ്രദ്ധിക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചുണ്ട് വെച്ച് കുടിച്ച് കാണിച്ചു കൊടുക്കുകയാണ്. പിന്നീട് ആയിഷ ബീവി പറയുന്നുണ്ട്, ജീവിതത്തിൽ റസൂല് എന്നിൽ നിന്ന് പിരിയുന്നതുവരെ, ഞങ്ങൾ മരിച്ചു പിരിയുന്നതുവരെ മരണം പോലും അത്ഭുതമായിരുന്നു. ആയിഷ ബീവിയുടെ മാറിടത്തിലേക്ക് തല ചായ്ച്ച് നബിയുടെ മുഖം ആയിഷ ബീവിയുടെ മാറിടത്തിലേക്ക് ചരിച്ചു വെച്ച് നബി അറാക്കിന്റെ കൊള്ളി, മാമന്റെ കയ്യിലെ അറാക്കിന്റെ കൊള്ളി നോക്കിയപ്പോ ആയിഷ ബീവിയുടെ വായ നബിയുടെ ചെവിയുടെ സമീപത്തേക്ക് അടുപ്പിച്ച് നിർത്തിയിട്ട് ചോദിച്ചു, അത് വേണമല്ലേ എന്ന്. ആ ആയിഷ, ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് നബി ആംഗ്യം കാണിച്ചു. ആ അറാക്കിന്റെ കൊള്ളി വാങ്ങി വായിലിട്ട് പദപ്പെടുത്തി ഉമിനീര് ഗ്രന്ഥികൾ ചാലിച്ചെടുത്ത അറാക്കിന്റെ കൊള്ളി റസൂലുള്ളാഹിന്റെ വായിലേക്ക് വെച്ച് റസൂലിന്റെ ഉമിനീരും ആയിഷ ബീവിയുടെ ഉമിനീരും ഒന്നു ചേർന്നുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറഞ്ഞത്. ആയിഷ ബീവി പറയുമായിരുന്നു, ഞാനൊരു മാംസം കടിച്ചാൽ അത് നബിയുടെ വായിലേക്ക് ഞാൻ അതേ ഭാഗം വെച്ച് കൊടുക്കും, റസൂലുള്ളാഹി അത് കടിക്കും. നമ്മളോ ഭർത്താവ് കുടിച്ച ഗ്ലാസ്സാണ് എട്ടോളിട്ട്
പിന്നെ എങ്ങനെ നന്നാവും? പിന്നെ എങ്ങനെ മധുരിക്കുന്ന കുടുംബം ഉണ്ടാവും? എങ്ങനെ മധുരിക്കുന്ന കുടുംബം ഉണ്ടാവും? ഭർത്താവ് കഴിച്ച ആ ബാക്കി നന്നായിട്ട് തിന്നുന്ന എത്ര ഭാര്യമാർ നമ്മളെ കൂട്ടത്തിൽ? ഭർത്താക്കന്മാരെന്നെ ഒരിക്കൽ ആ പ്ലേറ്റ് ഒന്നും കഴിക്കാളിടിയുന്നു. ജീവിതത്തിൽ മരിക്കുന്നത് വരെ, അതാണ് മരിക്കുന്നത് വരെ ഭർത്താവ് കഴിച്ച ഭക്ഷണത്തിന്റെ ഓഹരി ഉച്ചിഷ്ടം എന്ന് വേണേ പറഞ്ഞു മലയാളത്തിൽ. അത് കഴിച്ചിരുന്നു ഭാര്യമാര്. അതായിരുന്നു സ്നേഹം. അതാ ഇസ്ലാം ഉണ്ടാക്കി. അതുകൊണ്ട് തന്നെ എന്തുണ്ടെന്നറിയോ? ആ സ്നേഹബന്ധം മനുഷ്യന് ഇങ്ങനെ ഓർമ്മ വരും അല്ലേ? ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ, ഭാര്യ ഒരു ഉരുള ഭക്ഷണം വായിലിട്ടെന്ന അന്നത്തെ ദിവസം അതൊരു ഓർമ്മ ഉണ്ടാവില്ലേ? ഒരു പ്രത്യേക ഓർമ്മ അല്ലേ? ഒരു പ്രത്യേക ഓർമ്മ. ഇനി നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്ക്. ഇപ്പൊ ഒരു ഭർത്താവ് രാവിലെ ചാടിപ്പടച്ച് എഴുന്നേൽക്കുന്നു, ഭാര്യ അയാൾക്കുള്ള ഡ്രസ്സൊക്കെ അയൺ ചെയ്തു വെച്ചു, നേരത്തെ കാലത്തെ അയാൾക്കുള്ള ബാഗ് ഒരുക്കി വെച്ചു, അയാളുടെ ഷൂ തുടച്ചു വെച്ചു, അയാളുടെ ഷോക്സ് എടുത്തു വെച്ചു, അയാളുടെ വണ്ടിയുടെ കീ എടുത്തു വെച്ചു, അയാളുടെ വണ്ടി തുടച്ചു വെച്ചു, അയാൾക്ക് ആവശ്യമുള്ള ഓഫീസ് കൊണ്ടുള്ള ഭക്ഷണം ഒരുക്കി വെച്ചു. ഇങ്ങനെയൊക്കെ ഒരുക്കി വെച്ച് നമ്മളെ കൂടെ കാറിൻ്റെ അടുത്ത് വരെ വന്ന് നമ്മൾ കാറിൽ കയറിയപ്പോൾ സലാം പറഞ്ഞ്, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പോലെ ആ നട വരെ ഫോളോ ചെയ്ത് നമ്മളെ അങ്ങ് ടാറ്റ പറഞ്ഞ് യാത്ര അയച്ച ആ ഭാര്യയ്ക്ക് പകരം വേറൊരു പെണ്ണിനെ മനസ്സിലേക്ക് കയറുമോ? അല്ല, നിങ്ങൾ ചിന്തിക്കും. ഞാൻ മനഃശാസ്ത്രപരമായി ചോദിക്കുക, വേറൊരു പെണ്ണ് മനസ്സിൽ കയറുമോ? നേരെ മറിച്ച് നമുക്ക് സംഭവിക്കുന്ന എന്താ? ഓള് അടുക്കളയിൽ ആ പണിയെടുക്കുന്നുണ്ടാവും. ഞാൻ പോട്ടെ എന്നൊന്നും പറഞ്ഞാൽ ഓളിട്ട് കേൾക്കുകയില്ല, ഓളിട്ട് ശ്രദ്ധിക്കുകയില്ല. ഷോക്സ് തന്നെ നമ്മൾ എടുക്കും, ഷൂ നമ്മൾ തന്നെ എടുക്കും, ഡ്രസ്സ് നമ്മൾ തന്നെ എടുക്കും, നമ്മൾ തന്നെ അയൺ ചെയ്യും, നമ്മൾ തന്നെ ഇടും. എന്നാൽ എപ്പോഴെങ്കിലും അതിങ്ങനെ നിന്നിട്ട് കുറച്ച് നിങ്ങൾ ഇന്ന് 5 മണിക്ക് വരൂലേ എന്നൊക്കെ പറഞ്ഞാൽ ആ കുപ്പായത്തിൻ്റെ ബട്ടണൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് അങ്ങനത്തെ ഒരു ബന്ധോ ഇതിങ്ങനെ സിനിമയിൽ ഇങ്ങനെ ക്യാമറൻ്റെ മുമ്പിൽ വന്ന് നിന്നിട്ട് ഓൻ്റെ ജീവിതത്തിൽ ഓൻ്റെ ഭാര്യ ഓന് ബട്ടൺ ഇട്ട് കൊടുത്തിട്ടില്ല, ഓക്കും ഇട്ട് കൊടുത്തിട്ടില്ല. പക്ഷേ സിനിമയിലോ ആരാൻ്റെ പെണ്ണുങ്ങളല്ലേ ഇടുന്നതിനിപ്പോൾ എന്താ? അവനാൻ്റെതൊന്നും അല്ലല്ലോ, ആയിരക്കണക്കിന് ആളെ കയറി നിറങ്ങിയതാണ്. അതുകൊണ്ട് ഓർക്ക് പിന്നെ ആ ഉളുപ്പും മാനവും അതൊന്നും ഇല്ലല്ലോ. നമ്മളിപ്പോൾ നമ്മളെ യുവാക്കളൊക്കെ ഉണ്ടല്ലോ, ഏതെങ്കിലും ഒരു ജ്വല്ലറി ഇന്ന നടൻ കോഴിക്കോട് കല്യാൺ ടെക്സ്റ്റൈൽസ് നമ്പർ 1 ഉദ്ഘാടനം ചെയ്യാമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ എങ്ങയ്യ. എന്താ മാപ്പിളച്ചികളെ തിരക്ക്, എന്താ നോമ്പ് കാലത്ത് മാപ്പിളച്ചികളെ തിരക്ക്. ഇത്തിലുള്ള കുട്ടികളെ ടീഷർട്ടൊക്കെ ഇട്ട് ഇങ്ങനെ മുന്തിച്ചിട്ട് അവിടെ കൊണ്ടുപോയിട്ട് കാറിൽ ഇറക്കി ഒന്ന് തൊട്ടാലെന്താ എയ്ഡ്സ് പിടിക്കണോ? തൊട്ടാലേ എയ്ഡ്സ് പിടിക്കൂ. അതിൻ്റെ അടുത്ത് അവനെ കാറ്റിയെട്ടിയാൽ ചിലപ്പോൾ എയ്ഡ്സ് പിടിക്കൂ. മനസ്സിലായി നിങ്ങൾക്ക്? പാടച്ചോനെ നിങ്ങൾ എന്താ മനസ്സിലാക്കി? ആരെയായി പൂജിക്കാൻ പോണത്? ആരെയായി തൊടാൻ പോണത്? ഏത് ചരക്കിനെയാ തൊടാൻ പോണത്? മനസ്സിലായോ? വേശ്യാ തെരുവില് അരപ്പട്ടിണിക്കും മുഴുപ്പട്ടിണിക്കും മുടുതുണിക്കും മറുതുണിയില്ലാതെ ജീവിച്ച ഏതെങ്കിലും ഒരു പെണ്ണ് ശരീരം വെക്കുന്ന പോലെയല്ല അന്തപ്പുരങ്ങളിലെ മണിയറയിലെ മണവാട്ടിമാർ ആയിരങ്ങളുടെ കൂടെ നിരങ്ങുന്നത്. അത് നോക്കിയിട്ട് സുഖിക്കണ്ട അല്ലേ ജീവിതം? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ബാലുശ്ശേരി ഒരു ജ്വല്ലറി ഉദ്ഘാടനം ചെയ്യാൻ ഏതോ ഒരു സിനിമാ നടി വന്നിട്ട് നമ്മളെ മുസ്ലിം കുട്ടികൾ പള്ളിൻ്റെ അതായത് നിസ്കരിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിയ സ്ഥലമുണ്ടല്ലോ അവിടെ, അങ്ങനത്തെ എൻ്റെ ഒരു അഭിപ്രായം എന്താ അറിയോ? പള്ളീൻ്റെ പുറത്ത് ഇങ്ങനെ വീതിയിൽ മാർബിളും ടൈൽസും ഒന്നും ഒട്ടിച്ചു കൊടുക്കരുത് കേട്ടോ, പരദൂഷണത്തിൻ്റെ കേന്ദ്രം അത്. ഇങ്ങനെ എഴുതുകയാണ്. അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ഞാൻ തൊട്ടടാ അവളെ. ഈ ചെങ്ങൈമാർ പള്ളിയിൽ നിന്ന് അസറും നിസ്കരിച്ച് പുറത്തു തിന്നു പറയാ ഞാൻ തൊട്ട്. എന്ത് തിരക്കാണെങ്കിലും ഞാൻ അതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ മോസിലൊക്കെ പിടിച്ചൊന്ന് നോക്കി. എന്താ ഇത്? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആലോചിച്ച് നോക്ക്. സ്വന്തം എളാപ്പാന്റെ മോളെ തൊടാൻ പാടുണ്ടോ? സ്വന്തം എളാപ്പാന്റെ മോളെ തൊടാൻ പാടുണ്ടോ? അയല്ലേ? എന്നിട്ടല്ലേ സ്വന്തം എളാപ്പാന്റെ മോളെ കല്യാണം കഴിക്കുക. എന്റെ എളാപ്പാന്റെ മോളെ എനിക്ക് കല്യാണം കഴിക്കാന്ന് അറിഞ്ഞില്ല. എന്റെ മൂത്താപ്പാന്റെ മോളെ എനിക്ക് കല്യാണം കഴിക്കാന്ന്, എന്റെ മണവാട്ടിയാക്കാന്ന് ഞാൻ പറയല്ല, അള്ള പറയാ ഖുർആനില്. അങ്ങനുണ്ട്. ചിലരെ മുഖെങ്കിലും കണ്ടാ തോന്നും ഇതിപ്പോ ആദ്യമായിട്ട് കേൾക്കുകയാണ്. ആണോ? എന്നാ ചിലര് ആദ്യമായിട്ട് കേൾക്കുക പോലെ കണ്ടാ അറിയാ ഉറപ്പായിട്ടു. എളാപ്പാന്റെ മോളെ കല്യാണം കഴിക്കാന്ന്, മൂത്താപ്പാന്റെ മോളെ കല്യാണം കഴിക്കാന്ന്, അമ്മായിന്റെ മോളെ കല്യാണം കഴിക്കാവുന്ന പോലെ തന്നെ. മനസ്സിലായോ? മനസ്സിലായില്ല? ഇസ്ലാമിലുള്ളതാണ് അവിടെ. അപ്പൊ എളാപ്പാന്റെ മോളെ പോലും തൊടാൻ പാടില്ലാന്ന്. പിന്നല്ലേ അന്യ സ്ത്രീയെ പോയി തൊടുന്നത്? ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കിയ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് സ്വന്തം അതാണ് ജീവിതത്തിൽ. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഓരോ രംഗങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ നബിയുമായി നബി ഇങ്ങനെ വരിക, മദീനത്തെ പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞിട്ട് എന്തോ വല്ലാത്തൊരു വിഷമം പോലെ ദ്രുതഗതിയിൽ ഇങ്ങനെ നടന്നു വരിക. വീട്ടിലേക്ക് കയറിയെന്നു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമുക്ക് പരിചയമില്ലാത്തൊരു കാര്യമാണ്. ഭാര്യമാരോട് ഭർത്താക്കന്മാർ സലാം പറയലുണ്ടോ വ്യാപകമായിട്ട്? നിങ്ങൾ ചിന്തിച്ചു നോക്കി. സത്യത്തിൽ ഈ അടുത്ത കാലത്തൊക്കെ അതിലൊക്കെ എന്തുണ്ട്? നല്ലൊരു മാറ്റം അല്ലേ?
അല്ലെ? നിങ്ങൾക്കൊക്കെ തോന്നിയിട്ടില്ലേ? നല്ലൊരു പണ്ടൊക്കെ എന്തായിരുന്നു അറിയോ, ഭർത്താവിനോട് സലാം പറഞ്ഞാലാണ് കുറ്റം എന്ന് വിചാരിക്കലായിരുന്നു. സ്ത്രീകളോടൊക്കെ പുരുഷന്മാർ സലാം പറയലുണ്ടോ? ഇല്ലല്ലോ, അങ്ങനെ ഒരു ചര്യയൊന്നുമില്ലല്ലോ. അപ്പം നിങ്ങൾ ഗൾഫിലൊക്കെ പോയി, എനിക്കറിയാം, ഗൾഫിലൊക്കെ പോയിട്ട് നല്ല മുജാഹിദൊക്കെ ആയി തിരിച്ചു വന്നിട്ട് ഭാര്യ മണിയറയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, കൊഞ്ചല്ലേ നിങ്ങൾ 20 കൊല്ലം നിങ്ങൾ എൻ്റെ കൂടെ ജീവിച്ചിട്ടും ഇപ്പോൾ ഒരു സലാം പറയാൻ മണിയറയിലേക്ക് കയറി വരുമ്പോൾ എന്തേ ശീലല്ല? 20 കൊല്ലമായിട്ട് ശീലല്ല. നേരെ മറിച്ച് റസൂല് ശരിക്കും എന്താ, ഒരു മരത്തിൻ്റെ, അതായത് ഇപ്പം ഈ തൂണിൻ്റെ ഇപ്പുറത്ത് വെച്ചിട്ട് അസ്സലാമു അലൈക്കും, എന്നിട്ട് തിരിഞ്ഞ് അങ്ങോട്ട് വന്നാലോ അപ്പോഴും സലാം പറയണമെന്നാണ് ആര് പഠിപ്പിച്ചത്? റസൂല് പഠിപ്പിച്ചത്. ഒരു റൂമിൽ ഉമ്മ അസ്സലാമു അലൈക്കും ഉമ്മ, എന്നിട്ട് അങ്ങോട്ട് ചെന്ന് തൊട്ടിപ്പുറത്ത് മോനായിരിക്കുന്നു അസ്സലാമു അലൈക്കും എന്താ മക്കളെ എന്ന് ചോദിക്കുന്ന ഒരു, അത് എത്രത്തോളം എന്നറിയും നിങ്ങൾ? ഇപ്പം ബാപ്പ വയോവൃദ്ധനായി കടത്തിണ്ണയിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഓൻ്റെ കൂട്ടുകാരൻ ബാപ്പാൻ്റെ തൊട്ടപ്പുറത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ബാപ്പാനോട് സലാം പറയൂല, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് കൂട്ടുകാരൻ്റെ അടുത്തേക്കാ. എന്താ ബാപ്പാനോട് സലാം പറയലുണ്ട് ആരെങ്കിലും? എന്താ ബാപ്പാക്ക് അള്ളാൻ്റെ രക്ഷ വേണ്ട? വീട്ടിലേക്ക് ഇങ്ങനെ കയറി വരിക, ബാപ്പ വയസ്സനായിട്ട് കസേരമേൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. അവിടുന്ന് കോണിപ്പടി കയറി, നിന്റെ ബാപ്പേ അത് കിട്ടിയില്ല കേട്ടോ, സലാമൊന്നും അല്ല പറയുന്നത്, നിന്റെ ബാപ്പേ അത് കിട്ടിയിട്ടില്ല കേട്ടോ എന്ന് പറഞ്ഞാൽ കയറിയിരുന്നത്. അസ്സലാമു അലൈക്കും എന്ന് പറയാൻ, ബാപ്പേ നിങ്ങൾക്ക് അള്ളാന്റെ രക്ഷ ഉണ്ടാവട്ടെ എന്ന് പറയാൻ. പിന്നെ എങ്ങനെയാണ് മധുരിക്കുന്ന കുടുംബം ഉണ്ടാവുക? എങ്ങനെ സംതൃപ്തമായ ഒരു കുടുംബാന്തരീക്ഷം ഉണ്ടാവണം? എങ്ങനെ? അപ്പൊ അത് പഠിക്കണം. അതെങ്ങനെ പഠിക്കും? അത് ഖുർആനിൽ നിന്ന് പഠിക്കണോ? അപ്പൊ നിങ്ങൾ നോക്ക്, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം പറയുന്നിടത്ത്, ഇസ്മായിൽ നബി കല്യാണം കഴിച്ചതിനെ കുറിച്ച് പറയുന്നിടത്ത് നമ്മൾ കാണുന്നു, എബ്രോൺ നഗരത്തിലാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ തിരുശരീരം വെച്ചിട്ടുള്ളത്. 4 തൗഹീദിന്റെ നഗരങ്ങൾ ഉണ്ടാക്കിയിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാം. മക്കയിലെ 4 അല്ലെങ്കിൽ 3 തവണ അദ്ദേഹം വന്നതായിട്ടാണ് എൻ്റെ ഓർമ്മയിലുള്ളത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഒരിക്കലും വന്നപ്പോൾ മരുമകൾ ഒറ്റക്കാണ് വീട്ടിൽ, ഇസ്മായിൽ നബീൻ്റെ ഭാര്യ ഒറ്റക്കാണ് വീട്ടിൽ. അപ്പോൾ അങ്ങടെ എന്നു സലാം പറഞ്ഞ് അവിടെ നിന്ന് ഇങ്ങനെ ഇതൊക്കെ പറഞ്ഞപ്പോൾ ഭാര്യ, അതായത് ഇസ്മായിൽ നബീൻ്റെ ഭാര്യ സ്വന്തം ഭർത്താവിനെ സംബന്ധിച്ച്, മകനെ സംബന്ധിച്ച് ഇബ്രാഹിം നബീനോട് പരാതിൻ്റെ കെട്ടയക്കുകയാണ്. അങ്ങനെയല്ല ഒരു സുഖമില്ല, അങ്ങനെയല്ല, അത് തരുന്നില്ല, അതില്ല, എങ്ങനെയില്ല എന്നിങ്ങനെ പരാതികൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാം തിരിച്ചു പോകുമ്പോൾ ഇബ്രാഹിം നബി പറഞ്ഞു, ഞാൻ വന്നിരുന്നു എന്ന് ഇസ്മായിലിനോട് പറയണം, ഉമ്മറപ്പടി മാറ്റിവെക്കാൻ പറയുകയും വേണം. ഞാൻ വന്നിരുന്നു, അതുപോലെ ഉമ്മറപ്പടി മാറ്റിവെക്കാനും പറയണം എന്ന് പറഞ്ഞിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പോയി. അപ്പൊ ഇസ്മായിൽ നബി അലൈഹി സ്വലാം വന്നപ്പോൾ ഭാര്യ പറഞ്ഞു, നിങ്ങളുടെ വാപ്പ വന്നിരുന്നു, ഉമ്മറപ്പടി മാറ്റി വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇസ്മായിൽ നബി ഇങ്ങോട്ട് കയറും. ആ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ? അന്നെ ഒഴിവാക്കാനാ പറഞ്ഞത്, അന്നെ പറ്റൂല. ഒഴിവാക്കിയില്ലേ? ഒഴിവാക്കി, ഇസ്മായിൽ നബി ഒഴിവാക്കി. രണ്ടാമതൊരു കല്യാണം കഴിച്ചു ഇസ്മായിൽ നബി അലൈഹി സ്വലാം. ഇബ്രാഹിം നബി വീണ്ടും വന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാം വന്നിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം അവിടെ ചെന്നു. അന്ന് ഇസ്മായിൽ നബി ഇല്ല. നല്ല കുട്ടി, നല്ല വർത്താനം. മോളെ എങ്ങനെയുണ്ട്? നല്ല സുഖാണ് വാപ്പ. എങ്ങനെയുണ്ട് എൻ്റെ ഭർത്താവ്? ഉഷാറാണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒന്നുമില്ല. ഉണ്ടോ? നേരത്തെ ഉഷാറല്ല എന്ന് പറഞ്ഞ് അതേ ഭർത്താവിനെ കുറിച്ച് വേറൊരു പെണ്ണ് പറയുന്നത് എന്താണ്? ഉഷാറാണ്, കുഴപ്പമൊന്നുമില്ല, എല്ലാം ഗംഭീരാണ്. അപ്പോൾ ഓളയും ഇവളെയും തമ്മിലുള്ള മനസ്സിന്റെ വ്യത്യാസമാണ് എന്ത്? വ്യത്യാസം. അപ്പൊ ഇബ്രാഹിം നബി പറഞ്ഞ്, എന്നെ വാപ്പ വന്നിരുന്നു എന്നും ഉമ്മറപ്പടി ഉറപ്പിച്ച് നിർത്തണമെന്നും പറയണമെന്നും. വാപ്പ വന്നപ്പോൾ പറഞ്ഞ്, നിങ്ങളെ വാപ്പ വന്നിരുന്നു, ഉമ്മറപ്പടി ഉറപ്പിച്ച് നിർത്താൻ പറഞ്ഞിട്ടുണ്ട്, അങ്ങോട്ട് വാ. അതിന്റെ അർത്ഥം എന്താന്ന് മനസ്സിലായോ? എന്നെ സ്ഥിരാക്കാനാ പറഞ്ഞതെന്ന്, എന്നെ എൻ്റെ ഭാര്യയാക്കി എന്നും നിലനിർത്താനാ, അന്നെ ഒഴിവാക്കരുത് എന്ന്. അപ്പൊ ഇത് എന്താ? ഇത് ആരാണ് ഉൾക്കൊള്ളേണ്ടത്? ഇതൊരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, നിങ്ങൾ കേട്ടോളൂ. നബി പറയാ, ഒരു ഭർത്താവ്, ആ ഭർത്താവിന്റെ പെരുവിരൽ മുതൽ ശിരസ് വരെ ദുർഗന്ധം വമിച്ച് പിന്നെ ചൊറിഞ്ഞ് പൊട്ടി തൊലി വന്ന് പഴുത്ത് നീരൊലിക്കുന്നൊരവസ്ഥ, ചലവും നീര് പൊലിക്കുന്നൊരവസ്ഥ സ്വന്തം ഭർത്താവിനുണ്ടായാൽ അത് പെരുവിരൽ മുതൽ ശിരസ് വരെ നാവുകൊണ്ട് നക്കിക്കൊടുത്താൽ പോലും, മുഹമ്മദ് നബി പറയാട്ടോ, മുഹമ്മദ് നബി ബോറ് പറഞ്ഞല്ല, ഒരു പെണ്ണിന്റെ ഉത്തരവാദിത്തം ഭർത്താവിനോടുള്ള കടമയെ കുറിച്ചാണ് പറയുന്നത്. എന്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ആ ഭർത്താവിന്റെ പെരുവിരൽ മുതൽ തല വരെ ശിരസ് വരെ നാവ് കൊണ്ട് നക്കി ശുദ്ധീകരിച്ചാൽ പോലും ഭർത്താവിനോടുള്ള കടപ്പാട് ആർക്ക് തീരില്ല? പെണ്ണിന് തീരില്ല. അല്ലാഹു അക്ബർ.
മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു യമനിൽ നിന്ന് നബിയെ കാണാൻ വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ അദ്ദേഹം സുജൂദ് ചെയ്തു. നബി ഞെട്ടിപ്പോയി. തൗഹീദ് പഠിപ്പിച്ച് അല്ലാഹ്ക്ക് മാത്രമേ സുജൂദ് ചെയ്യാവൂന്ന് പഠിപ്പിച്ച് പറഞ്ഞയച്ച മുആദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വന്നിട്ട് സുജൂദ് ചെയ്തു. എന്താ സംഭവിച്ചത് മുആദേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചപ്പോൾ പറഞ്ഞു, അവിടുത്തെ യമനിലെ നേതാക്കന്മാരുടെ രാജാക്കന്മാരുടെ മുമ്പിൽ അവിടുത്തെ അനുയായികൾ കാണിക്കുന്ന ഒരു രീതി, ഒരു ആദരവിന്റെ. അപ്പൊ റസൂൽ പറയാൻ, മുആദേ, ലോകത്ത് അള്ളാഹുവിന്റെ മുമ്പിലല്ലാതെ ആരുടെയെങ്കിലും മുമ്പിൽ സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നെങ്കിൽ അത് ഭാര്യയോട് ഭർത്താവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നു എന്നാണ്. ഇങ്ങനെ അല്ലല്ലാത്ത ഏതെങ്കിലും ഒരു പടപ്പിന്റെ മുമ്പിൽ, ഔലിയാക്കളുടെ മുമ്പിലല്ല, ദർഗന്റെ മുമ്പിലല്ല, മമ്പർത്തല്ല, ഓമാനൂലല്ല, മുത്തുപേട്ടയിലല്ല, നാഗൂറില്ല, അജ്മീറിലല്ല, പിന്നെ എവിടെയാ? ഭർത്താവിന്റെ മുമ്പിൽ, ജീവിച്ച ഭർത്താവിന്റെ മുമ്പിൽ ജീവനുള്ള ഭാര്യ സുജൂദ് ചെയ്യാൻ കൽപ്പിക്കരുതു. അത്ര കടപ്പാടുണ്ട് ഭർത്താവിനോട്. 3 കാര്യം റസൂലുള്ള പറയാൻ, യാ മഅ്ശറൻ നിസാ, സ്ത്രീകളുടെ സമൂഹമേ, നിങ്ങൾ പ്രത്യേകമായി കരുതണം, നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം. നിങ്ങൾ 5 നേരത്തെ നമസ്കാരം കൃത്യമായി നിർവഹിക്കുക. നിങ്ങൾ റമളാനിലെ ഫർളായ നോമ്പ് നിങ്ങൾ നോൽക്ക്. 3-ാമത്തെ കാര്യം റസൂൽ പറയുന്നത്, നിങ്ങൾ ഭർത്താക്കന്മാരെ അനുസരിക്കുക. അവിടെ വീട്ടിൽ അടുക്കളയിൽ എന്തെങ്കിലും ഒരു പണി ചെയ്തുകൊണ്ടിരിക്കുക ഭാര്യ, നീ ഇങ്ങോട്ട് വാ, 5 മിനിറ്റ് നീ എൻ്റെ അടുത്തിരിക്കുക, എനിക്ക് എന്തോ ഒരു അസ്വസ്ഥത എന്ന് ഭർത്താവ് പറഞ്ഞാൽ ഞാനിത് ഈ പണി കഴിയട്ടെ എന്ന് പോലും ഭാര്യ പറയരുത്. എന്നെ ഇസ്ലാം പഠിച്ചാൽ മനസ്സിലാവൂ. ഭർത്താവ് വിളിച്ചാ അപ്പോ ആ പണി അവിടെ അവസാനിപ്പിച്ച്, ഒരു തുണി ഇങ്ങനെ അലക്കിക്കൊണ്ടിരിക്കുക, ഒരു മുണ്ട് അലക്കിക്കൊണ്ടിരിക്കുക, ഇങ്ങനെ പൊന്തിക്കുമ്പോഴാണ് ഭർത്താവ് വിളിക്കുന്നത്, ഫാത്തിമ ഇങ്ങോട്ട് വാ, എന്നാ പിന്നെ അത് കല്ലിൽ അടിക്കാൻ പോലും പാടില്ല, ആറട്ടേക്കണം, തിരിച്ചു പോകണം. അത്തരം അനുസരണം ഇസ്ലാം പെണ്ണിനോട് ആവശ്യപ്പെട്ടു. ഇസ്ലാം പെണ്ണിനോട് ആവശ്യപ്പെട്ടു. ഇത് വെറുതെ അല്ല, ഇത് അവര് നമ്മളെ അനുസരിക്കാനല്ല, ആ അനുസരണമാണ് അവരെ സ്വർഗത്തിലെത്തിക്കുന്നത്. ആ അനുസരണമാണ് അവരിൽ നിന്ന് അല്ലാഹു അവകാശപ്പെടുന്നത്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ വിചാരിക്കൂ, പെണ്ണിനോടേ ഇസ്ലാം പറഞ്ഞിട്ടുള്ളൂ, ഞങ്ങളെ ആണുങ്ങൾ എന്താ നിങ്ങൾ പറയാത്തത് എന്ന് പോലും വല്ലിളിക്കുണ്ടാവും അവിടുന്ന്. എന്നാ കേട്ടോ, ആണിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക ഫതഹ്, ചരിത്ര പ്രസിദ്ധമായ നബിയുടെ ഹജ്ജത്തുൽ വിദാ, നബിയുടെ പ്രസംഗം, മാഗ്ന കാർട്ട, ചരിത്രത്തിലെ മനുഷ്യാവകാശ പ്രഖ്യാപനം. ആ പ്രഖ്യാപനത്തിൽ റസൂലുള്ള പറയാൻ, വളരെ വൈകാരികമായാണ് റസൂലുള്ള അത് പറഞ്ഞത്. നിങ്ങളുടെ സ്ത്രീകൾ, അല്ലാഹു അവരെ നിങ്ങൾക്ക് അധീനപ്പെടുത്തി തന്നിരിക്കുകയാണ്. അല്ലാഹു അവരെ നിങ്ങൾക്ക് അധീനപ്പെടുത്തി തന്നിരിക്കുകയാണ്. അവരെ നിങ്ങൾ എന്ത് ചെയ്യരുത്? മുഖത്ത് അടിക്കരുത്. അവരെ നിങ്ങൾ എന്ത് ചെയ്യരുത്? മുഖത്ത് അടിക്കരുത്. ഭാര്യയുടെ മുഖത്ത് ടേ എന്ന് തന്നെ പൊട്ടിച്ചാലേ അടിച്ചെന്ന് തന്നെ തോന്നും. കൈക്കോ കാലിനോ അടിച്ചാൽ ഞാൻ പഠിച്ചോളെ, ഇവിടുന്ന് ഇങ്ങനെ കനിയണോ, എന്ത് ചോര ഇവിടുന്ന് കനിഞ്ഞാലേ അന്ന ഞാൻ തച്ച് നമുക്കൊരടിപ്പ് കിട്ടി എന്ന് ഭർത്താവിന് തോന്നാം. മുഖത്ത് തൊടരുത്, റസൂല് വിലക്കിയതാ. കൈ പൊക്കുമ്പോ ഓർമ്മ വേണം. ഹജ്ജത്തുൽ വിദായിലെ പ്രസംഗം അരുത് എന്ന് റസൂൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് പറയുന്നത്. ഭാര്യയുടെ നേരെ കൈ ഉയരരുത് എന്ന് അവരെ വിശ്വസിച്ച് ഏൽപ്പിച്ച് തന്നതാ അല്ലേ? നമ്മളെ സ്വന്തം മോളെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മളെ മോളെ ഒരുത്തന്റെ കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ എന്താ ഉണ്ടാകുക? ഇഞ്ചി മോന്തക്കുറ്റിക്കൊക്കെ അടിച്ചോട്ടോ, ചുണ്ടുന്ന് ചോരയൊക്കെ വന്നോട്ടോ, കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഏൽപ്പിച്ചു കൊടുക്കുന്നത്. മീസാക്കൻ കൊലീലാന്ന സുദൃഢമായ ഒരു കരാറാണ്. ആ കരാറ് ഭരിച്ചതാ എന്റെ മോളെ ഇത്രയും കാലം 18 കൊല്ലം ഞാൻ നോക്കി, ഇനി നീ നോക്കണേ. അതാ അതിന്റെ അർത്ഥം. അടിക്കരുത്, പാവമാണ്, ശരിയല്ല, ഭയങ്കരമാണ്. ഇപ്പൊ നിങ്ങൾ നോക്ക്, ആരാ ഭാര്യമാർ കണ്ടിട്ടുണ്ടോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ അവരെ? അല്ലേ? ഗർഭം ചുമക്കുന്ന ആ കാലയളവ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? വേദനിച്ച് അരക്ക് കയ്യും കൊടുത്ത് നടക്കാനാവാതെ ആ വയറു ഉന്തി മെല്ലെ നടന്ന് വേച്ചു വന്ന് ബെഡിലിങ്ങനെ ഇരുന്ന് ആശ്വാസം കൊള്ളുന്ന നമ്മുടെ ഭാര്യമാരെ നമ്മൾ കണ്ടിട്ടുണ്ടോ? നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? ഉണ്ടോ? പ്രസവിച്ച് ആ കൈക്കുഞ്ഞിനെയുമായി തൊട്ടിലിൽ കൈപിടിച്ച് ഉറക്കൊഴിഞ്ഞു നിൽക്കുന്ന ഭാര്യയെ കണ്ണു തുറന്നു നോക്കിയിട്ട് കണ്ടിട്ടുണ്ടോ? പുതപ്പ് ഇങ്ങനെ പൊതിച്ച് ചരിച്ച് അങ്ങോട്ട് കിടക്കുമ്പോ ഈ മുലെടുക്കുക അല്ലേ എന്ന് പറഞ്ഞാൽ അങ്ങനെ ചരിഞ്ഞ് കിടക്കുക. ആ മുലെടുത്ത് കഴിഞ്ഞാൽ അതിനൊന്ന് ഏറ്റുവാങ്ങി ആ തൊട്ടിലിട്ട് ഇനി നീ കിടന്നോ, ഞാൻ ആട്ടിക്കോളാം എന്ന് പറയുന്നൊരവസ്ഥ നമ്മൾ കണ്ടിട്ടുണ്ടോ?
ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട് എൻ്റെ ഉപ്പാനെ. പലപ്പോഴും ഞാൻ വളരെ ചെറുതായിരുന്ന കാലത്ത് എൻ്റെ മനസ്സിൽ ഇപ്പോഴും അത് നിറഞ്ഞു നിൽക്കുകയാണ്. ഒരു തൊട്ടിലിൽ നിന്ന് ഒരു കയറിങ്ങനെ കെട്ടിയിട്ട് എൻ്റെ വാപ്പ കട്ടിലേക്ക് ഇങ്ങനെ ഇടും, ഒരു കയറ്. എന്നിട്ട് ആ കയറിങ്ങനെ ആട്ടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ആട്ടിയാണത്രേ എന്നെയൊക്കെ എൻ്റെ വാപ്പ വളർത്തിയത്. ഒരുപാട് നല്ല ആലോചിച്ച് നോക്കണം അല്ലെ. അപ്പോൾ ഭാര്യയെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക. രാത്രി എടി നീ ഉറങ്ങിക്കോ മോളെ, ഞാൻ നോക്കിക്കോളാം, ഞാൻ ആട്ടിക്കോളാം ആ തൊട്ടില്. ഇനി ഒന്ന് കാട്ടിച്ചു, ഒന്ന് മൂത്രയിച്ചു, എടി അങ്ങോട്ട് ഓടി വാന്നാ. കാട്ടിച്ചാലും മൂത്രിച്ചാലും എന്താണ്, ഒന്ന് ഇങ്ങോട്ട് വാന്നാ. എന്തേ നമുക്ക് ചെയ്താല് എന്താ നമുക്ക് ചെയ്താൽ? അങ്ങനെയാ ജീവിതത്തെ ലഘൂകരിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, നിങ്ങൾ നോക്ക്, ഇതൊക്കെ പച്ചയായ ജീവിതം പറയുന്നത്, ഇതൊക്കെ പച്ചയായ യാഥാർത്ഥ്യങ്ങളാണ് പറയുന്നത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ ഭരണകാലഘട്ടം, ഒരാള് സ്വന്തം ഭാര്യയെക്കുറിച്ച് പരാതി പറയാൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ അടുത്ത് വരിക. പരാതി പറയാനാ വരുന്നത്. വന്നു നോക്കുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ ഭാര്യ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിനോട് കുറച്ച് സ്ട്രോങ് ആയിട്ട് ചൂടായിട്ട് അങ്ങനെ സംസാരിക്കുന്നതാണ് കാണുന്നത്. അപ്പൊ അദ്ദേഹം തിരിച്ചു പോവുകയാണ്. പരാതി പറയാനൊന്നുമില്ല. കാരണം എന്താ, പട പേടിച്ച് പന്തളത്ത് നിന്നപ്പോ പന്തം കൊളുത്തിയ പട. അയാളെ ഭാര്യനെ പറ്റി പരാതി പറയാനാ പോകുന്ന. അമീറുൽ മുഅ്മിനീന്റെ ഭാര്യയോ ചാടി കളിക്കുകയാണ് അവിടെ ചെന്നപ്പോ. അപ്പൊ മടങ്ങി ഇങ്ങനെ പോകുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു വരി എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. ഒന്നുമില്ല തങ്ങളെ. അല്ല എന്നാലും ഒന്നുമില്ല. കാരണം ആ കാഴ്ച ഞാൻ അവിടെ കണ്ട്. എന്നാലും എന്തായി വന്ന് ഒന്നുമില്ല, ഞാൻ എൻ്റെ ഭാര്യനെ കുറിച്ച് ഇങ്ങനെ ഓള് ചാടി കളിക്കുന്ന ഇങ്ങനെ പരാതി, ഞങ്ങൾ തെറ്റുന്ന മട്ടാണുള്ളത്, അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പരാതി പറയാനാ ഇങ്ങനെ വന്നത്. പക്ഷേ നിങ്ങളെ ഭാര്യ നിങ്ങളെ നിർത്തി പൊരിക്കുന്നതാണ് കണ്ടത്. അപ്പോൾ പിന്നെ ഞാനിപ്പോൾ ആരോടാ പറയേണ്ടത്, അങ്ങനെ തിരിച്ചു പോവുകയാണ് പറഞ്ഞു. അപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അദ്ദേഹത്തോട് ചോദിക്കാൻ, ശരി എൻ്റെ ഭാര്യ എന്നോട് ചാടി കളിക്കുമ്പോൾ ഇജ്ജെന്താ ചെയ്യല്? ഞാനും അങ്ങോട്ട് ചാടൂ. എൻ്റെ ഭാര്യ എന്നോട് ചാടി കളിച്ചപ്പോൾ ഞാൻ എന്താ ചെയ്ത്? ഞാൻ മിണ്ടാണ്ട് ഇങ്ങനെ നിന്ന്. ഇജ്ജ് ചെയ്തോ? എന്നോ ഒരു കുഴപ്പമില്ല. ഏയ് ഞാൻ എന്താ ചെയ്ത്? അങ്ങനെ മിണ്ടാണ്ട് നിന്ന് കേട്ട് ചിരിച്ച്. ഞാൻ ദേഷ്യം പിടിച്ചോ? ഇല്ല. കോപിച്ചോ? ഇല്ല. കൈ ഉയർത്തിയോ? ഇല്ല. മിണ്ടാണ്ട് കയറണോ? ഇല്ല. മിണ്ടോണ്ട് ചാവട്ടിൻ്റെ ഊരേ മുറി. ഞാൻ പറഞ്ഞോ? ഇല്ല, അങ്ങനെ ഒന്നുമില്ല, ഞാൻ അങ്ങനെ നിന്ന്. നജ്ജ അങ്ങനെ ഒന്നോ. എന്നിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എന്ത്? അവർ നമ്മുടെ ഭാര്യമാരാണ്. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കണേ, ഒരു ഹർത്താൽ വന്ന്, ഒരു ബന്ദ് വന്ന്, 5 ദിവസം ലീവ് വന്ന്, 10 ദിവസം ഭർത്താവിന് ലീവ് ഉണ്ടായി. അന്ന് തീരെ ലീവില്ലാത്തത് ആരാ? ഭർത്താവിന് 10 ദിവസം ലീവ് എന്ന് പറഞ്ഞാൽ ഭാര്യക്ക് പിന്നെ എണീറ്റിക്കാനും ഒക്കെ സമയമില്ലാത്ത ഭാര്യമാർക്ക് എപ്പോഴെങ്കിലും ലീവ് ഉണ്ടോ? അടുക്കള ലീവുള്ളൊരു ദിവസം ഉണ്ടോ? മണിയറ ലീവുള്ളൊരു ദിവസം. ഒരാഴ്ച എൻ്റെ മണിയറ ലീവാകുന്നു ഉണ്ടോ? ഇല്ല. ഒരാഴ്ച നമുക്ക് ഫുഡൊന്നും വേണ്ട, ഓണം വെക്കേഷനാണ്, അതുകൊണ്ട് നീ അടുക്കളയിൽ കയറേണ്ടതില്ല, ഞങ്ങളുടെ ഡ്രസ്സ് അലക്കേണ്ടതില്ല എന്നൊരവസ്ഥ ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് നമുക്ക് ലീവാണെങ്കിലും ഒരു മാസം ഇങ്ങനെ തികയുമ്പോൾ നിങ്ങൾക്ക് ശമ്പളം കിട്ടിയില്ലേ? കിട്ടി. എനിക്ക് ശമ്പളം കിട്ടിയോ? ഇല്ല. അത് നിങ്ങളല്ലേ തരണ്ട് അല്ലേ? ഭാര്യമാർക്ക് ശമ്പളം ഉണ്ടോ? ഇല്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു പറഞ്ഞു കൊടുക്കുകയാണ്, നമ്മളെ കുട്ടികളെ ഗർഭം ചുമക്കുന്നത് അവരാണ്, നമ്മുടെ ഡ്രസ്സ് അലക്കുന്ന അവരാണ്, നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്ന അവരാണ്, നമ്മുടെ മക്കളെ വളർത്തുന്നത് അവരാണ്. അതുകൊണ്ട് അവർക്ക് നമ്മളോടാണ് പറയാനുള്ളത്. അവൾ ചാടി കളിക്കുമ്പോൾ ഒന്നര മിണ്ടായിരുന്നാൽ മതി. എന്നാലോ ഓള് 4 വട്ടം ചാടൂ. പിന്നെ ഒന്നും മിണ്ടാത്ത മനുഷ്യനോട് എന്തു പറയാന്? നിങ്ങളെന്തൊക്കെ ഒന്ന് മിണ്ടി മനുഷ്യ എന്ന് പറയുമ്പോൾ മിണ്ടിലേക്ക് പിന്നെ മിണ്ടോ? അപ്പൊ നിങ്ങൾ ആലോചിച്ചോ, ആയിഷ ബീവി റളിയല്ലാഹു തആല നബി ഇങ്ങനെ നല്ല സന്തോഷത്തിൽ മറ്റൊരു ഭാര്യ കൊടുത്ത ഭക്ഷണമൊക്കെ ഇങ്ങനെ ഒരു പാത്രത്തിൽ പിടിച്ച് നബി ഇങ്ങനെ സലാം പറഞ്ഞ് ഇങ്ങനെ കയറി വരിക. അപ്പോൾ ആയിഷ ബീവി കൂടെ ഒറ്റ തട്ടാട്ട് വെച്ച് കൊടുത്ത് ആ പാത്രം താഴെ വീണു ഉടഞ്ഞ്. നമ്മളാണെങ്കിലോ ടൊന്ന് തട്ടി അതേ സ്വരത്തിൽ ടൊന്ന് തന്നെ ഒന്നാട് കൊടുക്കും. നബി ഒന്നും മിണ്ടിയില്ല, റസൂൽ ഒന്നും മിണ്ടിയില്ല. മൗനം ട്രീറ്റ്മെന്റ് ആക്കി മാറ്റി. റസൂൽ മെല്ലെ അടുക്കളയിൽ ഇങ്ങനെ കയറി ചെന്ന് വേറൊരു പാത്രം ഇങ്ങനെ എടുത്തുകൊണ്ടുവന്ന് ആയിഷാ ബീവി നോക്കി നിൽക്കി കാൽമുട്ട് അവിടെ ഇങ്ങനെ മരുഭൂമിയിലേക്ക് ഇങ്ങനെ കുത്തിവെച്ച് അതിങ്ങനെ എടുത്ത് അത് ഓരോന്ന് മണ്ണും പൊടിയൊക്കെ ഇങ്ങനെ തട്ടി അതിങ്ങനെ പാത്രത്തിലെടുത്ത് ആയിഷാ ബീവി അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. നബി അള്ളാഹിൻ്റെ റസൂലിനെയാണ് മുട്ടുകുത്തി നിർത്തിച്ചിരിക്കുന്നത്. ആക്കിങ്ങനെ അതൊക്കെ പാത്രത്തിലാക്കി ഇതാക്കിയിട്ട് റസൂൽ റൂമിൽ പോയിട്ട് അങ്ങനെ അവിടെ ഇരുന്ന്. റസൂൽ ഒന്നും മിണ്ടിയില്ല. ഇതിനോളം വലിയ ബേജാറുണ്ടോ? ഭർത്താവ് മിണ്ടാതിരിക്കുന്നതിനേക്കാൾ വലിയൊരു ബേജാറ് സ്നേഹമുള്ള ഭാര്യയ്ക്ക് വേറുണ്ടോ? ഒന്നടിച്ചീനെ ഓള് പറയും, നിങ്ങളിലൊന്ന് തല്ലീനെ എനിക്ക് ഇത്ര പ്രയാസം, നിങ്ങൾ 2 ദിവസമായില്ല മനുഷ്യ എന്നോട് മിണ്ടിയിട്ട് ഞങ്ങളോട് അതിനെ എന്തോ ചെയ്തീനോ എന്നിങ്ങനെ ഇതല്ലേ ആയിഷാ ബീവി. എന്നിട്ട് വേഗം ഓടിയിട്ട് നബീൻ്റെ അടുത്ത് അവിടെ ഇങ്ങനെ ഒരൊറ്റ ചമരം പറഞ്ഞാട്ടി ഇരുന്നിട്ട് നബീൻ്റെ 2 കാൽമുട്ടിലും കൈ ഇങ്ങനെ വെച്ചിട്ട് പറഞ്ഞ് മാപ്പാക്കണം, പറ്റിപ്പോയതാണ്, ക്ഷമിക്കണം
അപ്പം നബി ഇങ്ങനെ അവിടെ ഇരുന്നിട്ട് ആയിഷ ബീവിൻ്റെ തലമുടിയിലൂടെ കൈ ഇങ്ങനെ ആയിട്ട്, ആയിഷ, ഞാനല്ലാതെ നിന്നോട് ആരാ ആയിഷ മാപ്പാക്കാൻ? പക്ഷേ ഉടഞ്ഞ പാത്രം മറ്റോടതാ, ഓള് കോംപ്രമൈസ് ആകുമോ എന്ന് അറിഞ്ഞില്ല. കേട്ടോ കേട്ടോ അല്ലെ, ആ ഒരു തമാശയും നബി പറഞ്ഞ് അതോടൊപ്പം ആയിഷ ബീവിൻ്റെ തലമുടിയിലൂടെ കൈ ഇങ്ങനെ പോയപ്പോൾ ആയിഷ ബീവിക്ക് എന്നെ എന്ത് തോന്നി? ഹേയ്, ഞാൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു എൻ്റെ റസൂലിനോട്. സ്നേഹം ഇങ്ങനെ കൂടി. മറ്റേതോ ഒരൊറ്റ അടി ഇവിടാട് കൊടുത്തിട്ട് പല്ലിങ്ങനെ കുറ്റിയാടി പോയെന്ന് ഇങ്ങനെ ആടുന്ന മൈരി ഇങ്ങനെ ആടുക. ഇവിടുന്ന് അടിച്ചിട്ട് പിന്നെ ഓള് നിൽക്കുമോ? ഓള് ബാഗൊക്കെ എടുത്ത് തോളിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം, ഞാൻ കാണിച്ചു. ഇരുന്ന് ആടെ ഇറങ്ങി ഒന്ന് അങ്ങോട്ട് പോയി വിളിക്കുമോന്നൊക്കെ നോക്കിയോള്. അവിടെ നോക്കി തിരിഞ്ഞൊക്കെ നോക്കി, മുമ്പ് വിളിച്ചില്ല, അവൾ അങ്ങുകയും ചെയ്ത്. ഇതല്ലേ എന്ന് മിക്ക കുടുംബത്തിൽ നടക്കണത്? നിങ്ങൾ പച്ചയായിട്ട് ഇങ്ങനെ ആലോചിച്ച് നോക്കി, ജീവിതത്തിൽ ഇതല്ലേ ഇങ്ങനെ നടക്കുന്നത്? ഇതിങ്ങനെ നടക്കുകയാണ്. ഇങ്ങനെ ആകുന്നൊരു ജീവിതം ആണോ യഥാർത്ഥത്തിൽ? അപ്പൊ ഭാര്യയെ ഇനി നോക്കൂ, റസൂലുള്ള പറയാണ്. റസൂലുള്ളാന്റെ അടുത്ത് വന്നിട്ട് ഒരു സഹാബി ചോദിച്ചു, നബിയെ, ഭാര്യമാരോട് ഞങ്ങൾ പുരുഷന്മാർ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? കേട്ടോളിട്ടോ. ഭാര്യയോട് നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് പ്രധാനമായി ചെയ്യാനുള്ളതെന്ന് റസൂലുള്ളാനോട് ചോദിക്കുകയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, നീ ഭക്ഷിച്ചാൽ, നീ ഭക്ഷണം കഴിച്ചാൽ നീ അവളെ ഭക്ഷിപ്പിക്കണം, അല്ലേ? ഇപ്പം നിങ്ങൾ ആലോചിച്ചോ, ഹോട്ടലിലൊക്കെ കയറി നല്ല കമ്പനിയൊക്കെ അടിച്ച് നല്ല ബ്രൂസ്റ്റോ ഗൂസ്റ്റോ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ഇപ്പോൾ അറബി ഭക്ഷണമൊക്കെ, അതിങ്ങനെ കടിക്കുമ്പോൾ ഓക്കോ 3 ദിവസമായി മത്തിക്കറി പോലും കിട്ടിയിട്ടില്ല. അങ്ങനെയല്ല റസൂല് പറയണേ, നീ കഴിച്ചാൽ നീ അവളെ ഭക്ഷണം കഴിപ്പിക്കണം. ചോദിക്കണം, നിനക്ക് ഇന്നെന്തെങ്കിലും കിട്ടിയിരുന്നോ? ഇനി എത്ര ദൂരെയാണെങ്കിലും, എടി ഇന്നെന്തെങ്കിലും കിട്ടിയിരുന്നോ? ആണ്. നല്ല ഭക്ഷണം ഉണ്ടോ? ആ ഉണ്ട്. നല്ല ഭക്ഷണം ഉണ്ടോ? ആ ഉണ്ട്. ഇന്ന് ബിരിയാണി ഉണ്ടോ? എന്നാൽ ഞാൻ ഒരു ബിരിയാണി തിന്നിട്ടില്ലേ എന്ന് നിങ്ങളും തിന്നോളി. ഇങ്ങനെ ഒരു ജീവിതം ഉണ്ടോ? ഇങ്ങനെ ഒരു ചിന്ത ഉണ്ട്. റസൂല് പറയാൻ, നീ ഭക്ഷിച്ചാൽ നീ എവിടെയും ഭക്ഷിപ്പിക്കണം.